നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തെ എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്രകാരം ഈ അനുഗ്രഹീതമായ സഭ ക്രമീകരിക്കപ്പെട്ട ഈ ബൈബിൾ സ്റ്റഡിയിൽ നിങ്ങളോടൊപ്പം കർത്താവ് സഹായിച്ചത് ഇന്നു മുതൽ ചില ആഴ്ചകൾ 10ഓളം ക്ലാസ്സുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം നൽകുന്ന കൃപയ്ക്കൊത്തവണ്ണം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ സർവശക്തൻ ഒരുക്കി തന്ന ഈ നല്ല അവസരത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ഓർക്കുന്നതോടൊപ്പം തന്നെ ഈ അനുഗ്രഹീതമായ സംരംഭം ഇത്തരത്തിൽ ക്രമീകരിച്ചു തന്ന ഈ അനുഗ്രഹീതമായ സഭയുടെ സീനിയർ ശുശ്രൂഷകൻ, ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ഷാജു ശമുവേൽ, തന്റെ കുടുംബം, താൻ നേതൃത്വം കൊടുക്കുന്ന ദൈവസഭ, തന്റെ കീഴിലുള്ള ദാസന്മാര് ദാസിമാര് ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഇത്തരണത്തിൽ അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ ധാരാളമായി ആശീർവദിക്കട്ടെ. ഇന്ന് രാത്രി മുതൽ നമുക്ക് മുൻപിലുള്ള ദിവസങ്ങൾ പഠനത്തിന് വേണ്ടി ലഭ്യമായിരിക്കുന്ന അനുഗ്രഹീതമായ സബ്ജക്റ്റ് നമ്മുടെ പരസ്യത്തിൽ കണ്ടതാണല്ലോ. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ വിഷയങ്ങളിൽ ഒന്നാണ് ഈ ദിവസങ്ങളിൽ നാം പഠിക്കുവാൻ പോകുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സബ്ജക്റ്റ്. വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിൽ വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ടാബർനാക്കിൾ അഥവാ സമാഗമന കൂടാരം എന്ന് പറയും. അതായത് പഴയ നിയമത്തിലെ ഏറ്റവും പ്രാരംഭത്ത് കാണുന്ന ഒരു ദേവാലയം എന്ന് പറയാം സമാഗമന കൂടാരം. ഈ മനോഹരമായ കൂടാരം ദൈവത്താൽ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മരുഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരാലയമാണ് സമാഗമന കൂടാരം എന്നറിയപ്പെടുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സൗരംഭം. സ്വർഗത്തിലെ ദൈവത്തിന് വളരെയേറെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു താല്പര്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് താൻ സൃഷ്ടിച്ച തന്റെ ജനവുമായി എപ്പോഴും ഇടപെടണം, അല്ലെങ്കിൽ ബന്ധം പുലർത്തണം, ജനവുമായി വാസം ചെയ്യണം. സ്വർഗത്തിലെ മഹാദൈവം ഇഷ്ടപ്പെടുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു സംഗതിയാണ് തന്റെ ജനവുമായി വസിക്കണമെന്നുള്ളത്. അപ്പോ മനുഷ്യവർഗമാകുന്ന നമ്മളോടൊപ്പം ദൈവത്തിന് വസിക്കണമെങ്കിൽ മനുഷ്യരായ നമ്മളും ദൈവവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരുപാട് അകൽച്ചയുണ്ട്. കാരണം ദൈവം വിശുദ്ധനാണ്. അല്പം കൂടെ ആഴമായി പറഞ്ഞാൽ സർവകൃപാലുവായ ദൈവം പരിശുദ്ധനാണ്. നമ്മളാകട്ടെ മനുഷ്യരാണ്, പ്രത്യേകിച്ചും ആദാമ്യ സന്തതികളാണ്. പാപികളായ മനുഷ്യവർഗത്തോടുകൂടെ വാസം ചെയ്യുവാൻ പരിശുദ്ധനായ ദൈവത്തിന് പറ്റില്ല. കാരണം ദൈവത്തിന്റെ പരിശുദ്ധി അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ചില പ്രത്യേക ക്രമീകരണങ്ങൾ, വ്യവസ്ഥകൾ മഹാദൈവം അതാത് കാലഘട്ടങ്ങളിൽ തന്റെ ദാസന്മാരിലൂടെ മനുഷ്യവർഗത്തിന് നൽകി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്നതും തുടരുന്നതും തിരുവഴുത്തിൽ കൂടെ നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മനുഷ്യനുമായുള്ള ദൈവത്തിന്റെ ബന്ധം സ്ഥായിയായി ഉറപ്പിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ മഹാദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പുത്രനായ ക്രിസ്തുവിന്റെ യാഗമരണത്തിലൂടെ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന ഏത് വ്യക്തിക്കും സമയവ്യത്യാസം എന്നെ ദൈവമായി അടുക്കുവാനും ദൈവത്തോടുള്ള ബന്ധം മുറുകെ പിടിക്കുവാനും കഴിയുന്നു എന്ന് തിരുവഴുത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു വാക്ക് എന്നെ പരിചയപ്പെടുത്തി ഒറ്റ വാക്ക് പ്രാർത്ഥിപ്പാനും ഞാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ പേര് സുനിൽ പി ജോർജ് എന്നാണ്. കർത്താവിന്റെ അഭിഷിക്തൻ പറഞ്ഞതുപോലെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ നെയ്യാറ്റിൻകര താലൂക്കിൽ കൊച്ചാമം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ച് സഭയുടെ ശുശ്രൂഷകളും ഒപ്പം ഇതര സെമിനാരികളിലും ഓൺലൈൻ വഴിയും ബോർഡിംഗ് കോളേജിലും മറ്റുമൊക്കെ പോയി പഠിപ്പിക്കുവാൻ ദൈവം കൃപ നൽകുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവ് ഭാര്യയെയും 2 മക്കളെയും ഒരു മരുമകനെയും ഒരു കൊച്ചുമോനെയും ഞങ്ങൾക്ക് ദാനമായി തന്നിട്ടുണ്ട്. കൊച്ചുമോന് 13 ദിവസം ആകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വഹിക്കുക, പരസ്പരം പ്രാർത്ഥനയിൽ നമുക്ക് വഹിക്കാം. കർത്താവിന്റെ വിലയേറിയ ദാസൻ പ്രിയ ഷാജു പാസ്റ്റർ ദൈവം ഈ അനുഗ്രഹീതമായ രാജ്യത്ത് വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടെത്തിച്ച് തന്നിലൂടെ ദൈവം ചെയ്തു വരുന്ന അനുഗ്രഹിക്കപ്പെട്ട
പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം അർപ്പിക്കുന്നു. ദൈവം പൃഥ്വിനെയും കുടുംബത്തെയും മക്കളെയും കുടുംബത്തെയൊക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ സ്തോത്രം ചെയ്തിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല രാത്രി ഞങ്ങൾക്ക് നൽകിയത് കൊണ്ട് സ്തോത്രം. ഈ രാത്രിയുടെ നിശബ്ദതയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇരുന്ന് ദൈവവചനം ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ വിലയേറിയ അഭിഷിക്തന്മാർക്കായി, വിലയേറിയ മക്കൾക്കായി ഞങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇന്നു മുതൽ കൈകാര്യം ചെയ്യുന്ന ഞങ്ങളുടെ വിലപ്പെട്ട സബ്ജക്റ്റ് ഞങ്ങൾക്ക് ഏവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാകുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കണം. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങൾ അലങ്കരിക്കണം. ദൈവവചനം അടിസ്ഥാനപരമായി പഠിച്ച് പരിജ്ഞാനം നേടി ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവസാനം വരെ നിലകൊള്ളുവാൻ ഞങ്ങൾക്ക് ഏവർക്ക് കൃപ നൽകണം. അതിനായി പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ യാചിക്കുമ്പോൾ കൃപ തോന്നി പിതാവേ കേൾക്കുമാറാകണമേ. ആമേ. നമുക്ക് ലഭ്യമായിരിക്കുന്ന സബ്ജക്റ്റ് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണിത്. സാധാരണ ഈ കാലഘട്ടത്തിൽ അധികം ആരും കൈകാര്യം ചെയ്യാത്തൊരു സബ്ജക്റ്റാണ് ടാബർനാക്കിൾ അഥവാ സമാഗമന കൂടാരം. വർഷങ്ങളായിട്ട് പല സഭകളില് ഈ സബ്ജക്റ്റ് പോയി പഠിപ്പിക്കുവാനും അനേകരെ കർത്താവിന് വേണ്ടി നേടുവാനും, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള നിത്യരക്ഷ കരസ്ഥമാക്കി വിശ്വാസ സ്നാനം സ്വീകരിച്ച് ദൈവസഭയുടെ അംഗങ്ങളായി തീരുവാൻ തക്കവണ്ണം ഈ സബ്ജക്റ്റ് മുഖാന്തരം സഹായിച്ചിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഈ സബ്ജക്റ്റ് നമുക്കും ഇത് അനുഗ്രഹമായി തീരും എന്ന് ഞാൻ തീർത്തും വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സഹകരണം കർത്താവിന്റെ നാമത്തിൽ വിനീതമായി ചോദിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് തുടരാം. സമാഗമന കൂടാരം എന്ന് പറയുന്നത് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമായി തീരുവാൻ ഇതിന്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമെന്ന് പറയുന്നത് യഹോവയായ ദൈവത്തിന്റെ സൃഷ്ടി പരമ്പരകളെ കുറിച്ചുള്ള വിശദീകരണം ആഴമായി കൊടുത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായങ്ങൾ ഉള്ളപ്പോൾ അതിൽ ഒരു അധ്യായം സൃഷ്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുമ്പോൾ സമാഗമന കൂടാരം എന്നറിയപ്പെടുന്ന ചരിത്രത്തിലെ ആദ്യത്തെ സഞ്ചരിക്കുന്ന ദേവാലയം, ഈ ദേവാലയത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിന്റെ 25-ാമത്തെ അധ്യായം തുടങ്ങി നീണ്ട അധ്യായങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം സകലത്തെയും ദൃശ്യമായതും അദൃശ്യമായതുമായ, അതായത് കാണുവാൻ പാസ്റ്ററെ കേൾക്കുന്നില്ല. പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇടയ്ക്ക് ബ്രേക്ക് വന്നായിരുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ കേൾക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയേറെ വിശാലമായിട്ട് ഈ വിഷയം ഇതിനകത്ത് ധാരാളം അധ്യായങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതിന്റെ പിന്നെ രഹസ്യം സ്വർഗത്തിലെ ദൈവത്തിന് ഈ ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യരുമായി ഒരു ബന്ധം പുലർത്തുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ സമാഗമന കൂടാരം എന്നുള്ളതിന്റെ ഒരു മുഖവര എന്ന വണ്ണം ഈ ആദ്യ ക്ലാസ്സിൽ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇതിന് വിവിധ പേരുകൾ വിശുദ്ധ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. സമാഗമന കൂടാരത്തിന് വിവിധ പേരുകൾ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പേരാണ് സമാഗമന കൂടാരം, അതായത് ടാബർനാക്കിൾ ഓഫ് ദി കോൺഗ്രിഗേഷൻ എന്നാണ്. പുറപ്പാട് പുസ്തകം 21:9-42, 33:7 ഈ വേദവാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പേര് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. കൂടാതെ രണ്ടാമത് കൊടുത്തിരിക്കുന്ന പേര് കൂടാരം എന്നാണ്. കൂടാരം എന്നുള്ളതിന് ടാബർനാക്കിൾ എന്നാണ്. കൂടാരം. പുതിയ നിയമത്തിന്റെ എബ്രായ ലേഖനം 9:12 വാക്യം പരിശോധിക്കുമ്പോൾ ആ ഭാഗത്ത് വളരെ കൃത്യമായിട്ട് ഈ പേര് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ പേരെന്ന് പറയുന്നത് യഹോവയുടെ കൂടാരം എന്നാണ്. ടാബർനാക്കിൾ ഓഫ് ദ ലോർഡ് എന്നാണ്. യഹോവയുടെ കൂടാരം. രാജാക്കന്മാരുടെ പുസ്തകം 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വേദവാക്യത്തിൽ ഈ പറയപ്പെട്ട പേര് കാണുന്നു. ഇതെല്ലാ വാക്യങ്ങളും വായിച്ച് കേൾപ്പിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സമയത്തിന്റെ ലാഭത്തിന് വേണ്ടി എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല. എന്നാൽ ഇടയ്ക്ക് ചില വാക്യങ്ങൾ വായിച്ചേ പറ്റത്തുള്ളൂ. അത് ഞാൻ തന്നെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും റെഫറൻസ് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന എല്ലാ റെഫറൻസുകളും വായിച്ചു വരുമ്പോൾ സമയം ഒത്തിരി നമ്മുടെ
കസ്റ്റഡിയിൽ നിന്ന് പോകും. അത് നമ്മുടെ ക്ലാസ്സിനെ ബാധിക്കും. അതുകൊണ്ട് റഫറൻസ് പറയുന്നത് കഴിയുമെങ്കിൽ ഒന്ന് കുറിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് പിന്നത്തേതിൽ ഗുണകരമായി തീരും എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, മൂന്നാമത്തെ പേരാണ് യഹോവയുടെ കൂടാരം. നാലാമത് ഇതിന് കാണുന്ന പേരാണ് തിരുനിവാസം. തിരുനിവാസം. ഇംഗ്ലീഷിൽ അതിന് കൊടുത്തിരിക്കുന്ന പേര് ടാബർനാക്കിൾ എന്ന് തന്നെയാണ്. മലയാളത്തിൽ തിരുനിവാസം. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ 84 പരിശോധിക്കുമ്പോൾ 84-ാം സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായിട്ട് അവിടെ കോരഹിന്റെ പുത്രന്മാർ ആലപിക്കുന്ന അനുഗ്രഹീതമായ ആ പാട്ടിൽ ആ പേര് വളരെ വ്യക്തമായി കൊടുത്തിരിക്കുന്നു. തിരുനിവാസം എത്ര മനോഹരം എന്നാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് വളരെ പരിചിതമായ സങ്കീർത്തനമാണ്. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. അപ്പോൾ ഇതിന് കാണുന്ന മറ്റൊരു പേരാണ് തിരുനിവാസം. സ്വർഗത്തിലെ ദൈവം എഴുന്നള്ളി വസിക്കുന്ന ഇടം എന്നാണ് അതിന്റെ ശരിക്കുള്ളൊരർത്ഥം. കൂടാതെ പുറപ്പാട് പുസ്തകം 25:9, 39-32 ഈ വേദവാക്യങ്ങളിലും ഈ പറയപ്പെട്ട പേര് കാണുന്നുണ്ട്. അടുത്തതായിട്ട് കാണുന്ന പേര്, അഞ്ചാമത്തെ പേരാണ് സാക്ഷ്യകൂടാരം. സംഖ്യാപുസ്തകം 9:15 അത് നമുക്ക് കാണാൻ സാധിക്കുന്നു, സാക്ഷ്യകൂടാരം. ലാസ്റ്റ് ആയിട്ട് കാണുവാൻ സാധിക്കുന്ന പേരാണ് വിശുദ്ധ മന്ദിരം. വിശുദ്ധ മന്ദിരം. പുറപ്പാട് പുസ്തകം 25:8. വിശുദ്ധ മന്ദിരം എന്ന് പറയുമ്പോഴത്തേക്കും സാങ്ച്വറി എന്ന പദമാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, വിശുദ്ധ മന്ദിരം. അപ്പോൾ ഈ കൂടാരം നിവർക്കുന്നത് വരെയും സ്വർഗത്തിലെ ദൈവം സീനായി മലയുടെ മുകളിൽ നിന്നാണ് തന്റെ ദാസനായ മോശയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടത് മുതൽ സ്വർഗത്തിലെ ദൈവം ഈ ദേവാലയത്തിൽ എഴുന്നള്ളി വസിക്കും. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ദേവാലയമാകുന്ന സമാഗമന കൂടാരത്തിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗം എന്നറിയപ്പെടുന്നത് മുറ്റം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മുറ്റം. ബൈബിളിൽ അതിന് കൊടുത്തിരിക്കുന്ന വേർഡ് പ്രാഹാരം എന്നാണ്. കോർട്ട് അല്ലെങ്കിൽ കോർട്ടിയാണെന്ന് പറയാം. പ്രാഹാരം, പ്രാഹാരമുറ്റം. ഇതാണ് ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത് ആലയത്തിന്റെ അന്തർഭാഗങ്ങളാണ്. രണ്ടാമത്തെ സ്ഥലത്തിന്റെ പേര് വിശുദ്ധ സ്ഥലം. നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ. ഒന്നാമത്തെ സ്ഥലം പ്രാഹാരം, അത് പുറത്തുള്ള സ്ഥലമാണ്, അതായത് മുറ്റമാണ്, പ്രാഹാരം. രണ്ടാമത്തെ സ്ഥലം എന്നറിയപ്പെടുന്നത് വിശുദ്ധ സ്ഥലം. മൂന്നാമതൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിന്റെ പേര് അതിവിശുദ്ധ സ്ഥലം എന്നാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്രാഹാരത്തിന് കോർട്ടിയാർഡെന്നും വിശുദ്ധ സ്ഥലത്തിന് ഹോളി പ്ലേസ് എന്നും അതിവിശുദ്ധ സ്ഥലത്തിന് മോസ്റ്റ് ഹോളി പ്ലേസ്, അതായത് ഹോളി ഓഫ് ഹോളി അല്ലെങ്കിൽ സാങ്ച്വറി എന്നുള്ള പേരുകളാൽ അറിയപ്പെടുന്ന സ്ഥലം. ഈ 3 സ്ഥലത്തിനും പ്രത്യേകതകളുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താ പ്രത്യേകത എന്നറിയണ്ടേ? പ്രാകാരം എന്ന് പറയുന്ന സ്ഥലം, മുറ്റം, അവിടെ വാസ്തവത്തിൽ ഈ പ്രാകാരത്തെ ചുറ്റി തിരിച്ചിരിക്കുന്ന വേലിയുണ്ട്, മറശ്ശീല വെച്ച് മറച്ചിരിക്കുന്നുണ്ട്. നമുക്കത് പിന്നാലെ വിശാലമായി പഠിക്കാം. അപ്പോൾ ഈ പ്രാകാര മുറ്റം അതിവിശാലമായി കിടക്കുകയാണ്. ഈ പ്രാകാരത്തിന്റെ പ്രത്യേകത, ഇവിടെ ആർക്കും കയറി വരാം. ആർക്കും കയറി വരാമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ഗോത്രങ്ങൾ 12 ഗോത്രങ്ങളിലും പെട്ട ജനത്തിന് ഇവിടെ കയറി വരാം. എവിടെ കയറി വരാം? പ്രാകാരത്തിൽ വരാം. പ്രാകാരത്തിൽ പ്രധാനപ്പെട്ട 2 ഉപകരണങ്ങൾ ഇരിപ്പുണ്ട്. ഒന്നാമത്തെ ഉപകരണത്തിന്റെ പേര് യാഗപീഠം എന്നാണ്. താമ്ര യാഗപീഠം എന്നാണ്, അല്ലെങ്കിൽ ബലിപീഠം എന്നാണ്. ഹോമയാഗപീഠം, ഇങ്ങനെ വ്യത്യസ്ത പേരുകളുണ്ട്. നമുക്ക് പിന്നാലെ വരുന്ന ദിവസം ആ യാഗപീഠത്തെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് അപ്പോഴും പഠിക്കാം. ജസ്റ്റ് ഈ പേരിപ്പോൾ നിങ്ങൾ മനസ്സിനകത്ത് ഒന്ന് സൂക്ഷിക്കുന്നത്, കുറിച്ചെടുക്കുന്നത് നന്നായിരിക്കും. യാഗപീഠം. തൊട്ടടുത്തായിട്ട് അതേ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഉപകരണമാണ് താമ്രത്തൊട്ടി അഥവാ പിച്ചളത്തൊട്ടി. അതിൽ വെള്ളമാണ് സൂക്ഷിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിശാലമായ പഠനം പിന്നാലെ. ഇത് രണ്ടും ഇരിക്കുന്നത് പ്രാകാരത്തിലാണ്. ഇത് രണ്ടും കണ്ടിട്ട് അടുത്ത സ്ഥലം എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലം. ഈ വിശുദ്ധ സ്ഥലത്ത് എല്ലാവർക്കും കയറാൻ പറ്റില്ല. വിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന ഇടത്ത് മഹാപുരോഹിതനായ അഹരോനും അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർക്ക് മാത്രമേ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ആ സ്ഥലത്തിന്റെ പേര് വിശുദ്ധമെന്നാണ്. അതിന്റെ അർത്ഥം പ്രാകാരം അശുദ്ധമെന്നല്ല. പ്രാകാരത്തിൽ നടക്കുന്ന യാഗാർപ്പണത്തിലൂടെ
തീർത്തും ജീവിതത്തിൽ വിശുദ്ധി നേടിയിട്ട് വളരെ ഭക്തിയോടും ഭയത്തോടും വിശുദ്ധിയോടും കൂടെയാണ് അടുത്ത സ്ഥലത്തേക്ക് പ്രവേശിക്കേണ്ടത്. ആ സ്ഥലത്ത് പ്രവേശിക്കുവാൻ മഹാപുരോഹിതനും പുരോഹിതന്മാർക്കും മാത്രമേ അനുവാദമുള്ളൂ. ഓക്കെ, ബൈബിൾ സ്റ്റഡി ആണെങ്കിലും പിന്നെ ചർച്ചിന്റെ വിശ്വാസികളുമായുള്ള പഠനമായതുകൊണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നു എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഓൺലൈൻ വഴിയിലാണെങ്കിലും ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തോത്രം പറയുകയൊക്കെ ചെയ്യാം. അതിനൊരു തടസ്സവും ഇല്ല കേട്ടോ. ബൈബിൾ സ്റ്റഡി ആണെന്ന് പറഞ്ഞ് നിങ്ങൾ മൗനമായി ഇരിക്കണം എന്നില്ല. എന്ന് പറഞ്ഞ എന്റെ അർത്ഥം ആരാധിച്ച് ആത്മാവിന്റെ ആരാധന വെളിപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ ഈ പറഞ്ഞത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞ് ഇങ്ങനെ മൗനം വീക്ഷിക്കണം എന്നില്ല. ഇടയ്ക്ക് ഒരു സ്തോത്രമൊക്കെ സന്തോഷമുണ്ടെങ്കിൽ ആത്മാവ് നിയോഗിക്കുന്നതിനൊത്തവണ്ണം നിങ്ങൾക്ക് ഈ വിഷയം പിടികിട്ടുന്നതിനൊത്തവണ്ണം മനസ്സിലാക്കുന്നതിനൊത്തവണ്ണം ദൈവത്തിന് നന്ദി കരയറ്റുന്നത് നല്ലതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരാംശം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വിശുദ്ധ സ്ഥലത്ത് 3 ഉപകരണങ്ങളുണ്ട്. 1 കാഴ്ചയപ്പത്തിന്റെ മേശ, 2 കവരവിളക്ക്, 3 ധൂപപീഠം. വിശദീകരണം അടുത്ത ക്ലാസ്സുകളിൽ, പിന്നാലെയുള്ള ക്ലാസ്സുകളിൽ 3 ഉപകരണം അവിടെ ഇരിപ്പുണ്ട്. അടുത്ത് 3-ാമത്തെ സ്ഥലം അതിവിശുദ്ധ സ്ഥലം എന്നാണ് അതിന്റെ പേര്. അതിവിശുദ്ധ സ്ഥലം. അവിടെ എല്ലാവർക്കും പോകാൻ പറ്റത്തില്ല. ഒരൊറ്റ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേരാണ് ഹൈ പ്രീസ്റ്റ് അഥവാ മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതൻ, അന്നത്തെ മഹാപുരോഹിതൻ അഹരോനാണ്. ആദ്യത്തെ മഹാപുരോഹിതൻ അഹരോന് മാത്രമേ അതിവിശുദ്ധ സ്ഥലമെന്നറിയപ്പെടുന്ന ഈ ഏറ്റവും ഒടുവിലത്തെ സ്ഥലത്ത് പോകാൻ പറ്റത്തുള്ളൂ. അവിടെ മനോഹരമായ 2 ഉപകരണങ്ങൾ ഇരിപ്പുണ്ട്, ഒരുമിച്ച് ചേർത്താണ് വെച്ചിരിക്കുന്നത്. 1 സാക്ഷ്യപ്പെട്ടകം അഥവാ നിയമപ്പെട്ടകം, 2 അതിന്റെ പുറത്ത് നിർമ്മിച്ചു വച്ചിരിക്കുന്ന കൃപാസനം, തനി തങ്കം കൊണ്ട് നിർമ്മിക്കപ്പെട്ട സ്വർണ പലകയും ആ പലകപ്പുറത്ത് തനി തങ്കം കൊണ്ട് നിർമ്മിതമായ 2 കെരൂബുകൾ മുഖത്തോട് മുഖം നോക്കി ഇരിക്കും വിധം തയ്യാർ ചെയ്തിരിക്കുകയാണ്, നിർമ്മിച്ചിരിക്കുകയാണ്. ആ കെരൂബുകളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം എഴുന്നള്ളി വസിക്കുന്നു. അതിന് സങ്കീർത്തനത്തിൽ തന്നെ തെളിവുണ്ട്, കെരൂബുകളിന്മേൽ വസിക്കുന്നവനായ ദൈവമെന്ന്. അപ്പൊ സ്വർഗത്തിലെ ദൈവം വസിക്കുന്ന സ്ഥലം അത്രമാത്രം പരിപാവനമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. ഈ കൂടാരത്തിന്റെ സാദൃശ്യങ്ങളാണ് നമുക്ക് ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ഈ കൂടാരം ആർക്കൊക്കെ സാദൃശ്യം? പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ ഈ വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കൂടുതലും സാദൃശ്യങ്ങളാണ്. യാഗപീഠം, അത് ക്രിസ്തുവിന് സാദൃശ്യം. കണ്ടോ, പിച്ചളത്തൊട്ടി, ആ തൊട്ടിയിലിരിക്കുന്ന വെള്ളം, അത് സ്നാനത്തിന് സാദൃശ്യം, ശുദ്ധീകരണത്തിന് സാദൃശ്യം. കവരവിളക്ക്, അത് പരിശുദ്ധാത്മാവിന്റെ സാദൃശ്യം. അതുപോലെ തന്നെ കാഴ്ചയപ്പത്തിന്റെ മേശ, അത് തിരുമേശയ്ക്ക് സാദൃശ്യം. ധൂപപീഠം, അതിനകത്ത് വീഴുന്ന ധൂപവർഗം, ആ ധൂപപീഠം ക്രിസ്തുവിന് സാദൃശ്യം. അതിൽ വീഴുന്ന ധൂപവർഗം അത് അനുഗ്രഹീതമായ സ്തുതി, സ്തോത്ര, ആരാധന എന്നതിനെ കാണിക്കുന്നു. ഇതൊക്കെ സാദൃശ്യങ്ങളായിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ് കൂടുതൽ. അപ്പോൾ ആത്മീകമായ അർത്ഥങ്ങൾ വിശദീകരിച്ച് നമ്മൾ ആ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ അതിന്റെ കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ കൂടാരത്തിന്റെ സാദൃശ്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, സമാഗമന കൂടാരം എന്ന് പറയുന്നത് ഇത് 40 കൊല്ലത്തെ മരുഭൂപ്രയാണത്തിൽ ഈ ദേവാലയം 42 പ്രാവശ്യം മാറ്റി മാറ്റി ഈ കൂടാരം അടിച്ചു. കണ്ടോ, ഇത് സ്ഥിരമായി നിലനിന്ന ഒരു ദേവാലയമല്ല. അതിന് കാരണം ഇസ്രായേൽ മക്കൾ മരുഭൂപ്രയാണത്തിലായിരുന്നു. നമുക്ക് നന്നായിട്ട് അത് അറിയാവുന്ന സംഭവമാണ്. ഇസ്രായേൽ മക്കൾ വാസ്തവത്തിൽ 40 ദിവസം കൊണ്ട് അവര് കനാൻ ദേശത്ത് ചെല്ലേണ്ടതാണ്. എന്നാൽ കനാൻ ദേശം ചെല്ലേണ്ട ആ ദൈവമക്കളായ ഇസ്രായേൽ മക്കൾ കനാൻ ദേശം കാണേണ്ടതിന് അയക്കപ്പെട്ടതിൽ ഒരു കൂട്ടം ആളുകളുടെ അവിശ്വാസമാണ് 40 ദിവസം എന്നുള്ളത് സ്വർഗത്തിലെ ദൈവം 40 സംവത്സരമാക്കി തീർത്തത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ ദൈവം ഒരു വർഷമാക്കി നീട്ടി. ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്.
ദൈവമക്കളായ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കേണ്ട സ്ഥാനത്ത് വിശ്വസിച്ച് മുറുകെ പിടിക്കേണ്ട ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം വിശ്വസിച്ചുകൊണ്ട് മുറുകെ പിടിച്ചാൽ ലഭിക്കേണ്ട അനുഗ്രഹങ്ങളും നന്മകളും വിടുതലുകളും കൃത്യസമയത്ത് നമുക്ക് ലഭ്യമാകും. ആ സ്ഥാനത്ത് നമ്മൾ അവിശ്വാസികളായി തീർന്നാൽ ഒരു ദിവസം കൊണ്ട് പ്രാപിക്കേണ്ട നന്മ നീണ്ട ഒരു വർഷം കാത്തിരിക്കേണ്ടി വരേണ്ട സ്ഥിതി ജീവിതത്തിൽ വരും. ഇത് നമ്മൾ ആഴമായി തിരിച്ചറിയേണ്ട സത്യമാണ്. അതുകൊണ്ട് ദൈവമക്കളായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദൈവം ആരാണ്? അവൻ സർവശക്തനും സർവവ്യാപിയും സർവജ്ഞനും സകലത്തിനും കാരണഭൂതനും നിത്യനും ഒരിക്കലും മാറാത്തവനുമായി ഇന്നും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ആ ദൈവത്തിൽ നമ്മൾ ആഴമായി വിശ്വസിക്കണം. ആ ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. അപ്പോൾ 40 കൊല്ലത്തെ ഇടവേളയിൽ 42 പ്രാവശ്യമാണ് ഈ ആലയം മാറ്റി മാറ്റി അടിച്ചത്. കാരണം ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ദേവാലയത്തിന്, സമാഗമന കൂടാരത്തിന് വാസ്തവത്തിൽ മൊബൈൽ ടെമ്പിൾ എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട് വേദശാസ്ത്രികൾ. അതായത് കൊണ്ട് നടക്കാം, പോകുന്നിടത്ത് ഈ ആലയത്തിൽ കൂടെ കൊണ്ടുപോകാം. നമ്മൾ ഈ മൊബൈൽ ഫോണുമായിട്ട് സഞ്ചരിക്കുന്നത് പോലെ ആകട്ടെ. അപ്പോൾ ഈ കൂടാരത്തിന്റെ സാദൃശ്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ഒന്നാമതായിട്ട് ഈ കൂടാരം, സമാഗമന കൂടാരം, ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് സാദൃശ്യം. ഓക്കെ, അതായത് കൂടാരത്തിൽ ദൈവം വസിച്ചിരുന്നത് പോലെ ക്രിസ്തുവിലും ദൈവം വസിച്ചിരുന്നു. സമാഗമന കൂടാരത്തിൽ വാസ്തവത്തിൽ ദൈവമാണ് വസിച്ചിരുന്നത്. സമാഗമന കൂടാരത്തിൽ ദൈവം വസിച്ചിരുന്നത് കൊണ്ട് കൂടാരത്തിന്റെ വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും പുരോഹിതന്മാർക്കും മഹാപുരോഹിതനുമല്ലാതെ മറ്റാർക്കും അതിനകത്ത് നിൽക്കാൻ പറ്റില്ല. അതിന് തന്നെ ധാരാളം വ്യവസ്ഥകൾ ദൈവം കൊടുത്തിരുന്നു. അത്രയും പരിശുദ്ധമായ പരിപാവനമായ ഒരു സ്ഥലമായിരുന്നു വാസ്തവത്തിൽ സമാഗമന കൂടാരം, പ്രത്യേകിച്ച് ദൈവം വസിക്കുന്ന സ്ഥലം. അപ്പോൾ കൂടാരത്തിൽ ദൈവം വസിച്ചിരുന്നത് പോലെ ക്രിസ്തുവിലും ദൈവം വസിച്ചിരുന്നു. ഓക്കെ, അതിനുദാഹരണം കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വേദവാക്യം ശ്രദ്ധിക്കൂ. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഇത് ഒന്നാമത്തെ തെളിവ്. ഇതുപോലെ മറ്റു 2 വാക്യങ്ങളുണ്ട്. അതിലൊന്ന് ലൂക്കോസിന്റെ സുവിശേഷം 9:29 വാക്യം. കൂടാതെ എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അതായത് പൗലൂസ് പറയുന്നു, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുകയും എന്നാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, കൂടാരം ക്രിസ്തുവിന് സാദൃശ്യം. അതിന്റെ കാരണം കൂടാരത്തിൽ സ്വർഗത്തിലെ ദൈവം വസിച്ചിരുന്നത് പോലെ ക്രിസ്തുവിലും ദൈവം വസിച്ചിരുന്നു. കാരണം ക്രിസ്തു തന്നെ പറയുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാലും കൂടാരത്തിന്റെ പുറത്തു നിന്ന് നോക്കുന്നവർക്ക് ഭംഗിയില്ല ഈ കൂടാരം കാണുവാൻ. കൂടാരത്തിന്റെ പുറത്ത് അങ്ങ് അക്കലെ നിൽക്കുന്നവർക്ക് ഈ കൂടാരത്തിന്റെ ഏറ്റവും പുറത്ത് വലിച്ചു മൂടിയിരുന്ന ആ മൂടുവിരിയുടെ പേര് തകശു തോലെന്നാണ്. ദൂരെ നിന്ന് നോക്കുന്നവർക്ക് കറുത്ത കളറാ കാണുവാൻ പറ്റുന്ന, ഒരു ഭംഗിയുമില്ല. വാസ്തവത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പുറമേ നിന്ന് നോക്കുന്നവർക്ക്, അടുക്കുവാൻ കഴിയാതെ അകലെ നിന്ന് നോക്കുന്നവർക്ക് പറയപ്പെടുന്ന ഒരു സൗന്ദര്യവും ക്രിസ്തുവിൽ കാണാൻ സാധിക്കത്തില്ല. എന്നാൽ ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ക്രിസ്തുവിലുള്ള മഹിമ കാണാനും അനുഭവിക്കുവാനും പറ്റത്തുള്ളൂ. അപ്പോൾ അകലെ നിൽക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. യെശയ്യാവിന്റെ പ്രവചനം 53-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങൾ നോക്കണേ. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും
അവന്റെ മുമ്പാകെ വളരും. അടുത്ത വാക്ക്, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അപ്പോൾ ഒരു മനുഷ്യൻ ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ആയാൽ മാത്രമേ അനുഭവിക്കുവാനും ക്രിസ്തുവിലൂടെയുള്ള മഹിമ കാണാനും പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കൂടാരം ക്രിസ്തുവിന് സാദൃശ്യം. രണ്ടാമത്, ഈ കൂടാരം സഭയ്ക്ക് സാദൃശ്യം. സഭ എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? സഭ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട സ്ഥാപനം സ്വർഗത്തിലെ ദൈവം സ്ഥാപിച്ചു. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം ശ്രദ്ധിക്കണം, സഭ സ്ഥാപിച്ചത് ദൈവം, സഭ ദൈവത്തിൻ്റെതാണ്. അതൊരിക്കലും നമ്മൾ മറക്കരുത്. സഭ, ഇപ്പൊ ഞാൻ ഇന്ന് ശുശ്രൂഷിക്കുന്ന ചർച്ച് ഏതാണ്ട് 34 കൊല്ലം കൊണ്ട് ഞാൻ ആ സഭയുടെ ശുശ്രൂഷകനായിരിക്കുകയാണ്. സാധാരണ പലർക്കും പറ്റാത്തൊരു ഭാഗ്യമാണ്. കാരണം ഒരു സഭയിൽ തന്നെ ഇത്രയും ദീർഘവർഷം ഇരിക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞു കാര്യമല്ല. അപ്പോ കൃപയാൽ സഭ വളരുന്നുണ്ട്, ആത്മാക്കളുടെ എണ്ണം ദൈവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ചെറിയ ഒരു കൂട്ടത്തിൽ നിന്ന് ആരംഭിച്ചതാണ്. ഇത്രയും ദീർഘവർഷമായിട്ട് ഈ സഭയിൽ ശുശ്രൂഷകനായിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഞാൻ ഈ സഭയുടെ ശുശ്രൂഷകനാണ്, പക്ഷെ ആ സഭ എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെതാണ്. സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ സുനിൽ പി ജോർജ് എന്നറിയപ്പെടുമ്പോൾ ആ സഭ, ഞാൻ എൻ്റെ സഭയെന്നൊക്കെ ചിലപ്പോൾ എൻ്റെ അറിവിന്റെ പരിമിതിയിൽ നിന്ന് പറഞ്ഞാലും ശരിക്കും തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ സഭ ദൈവത്തിൻ്റെതാണ്. അപ്പോൾ ഒരു വാക്ക് സഭയെക്കുറിച്ചൊന്ന് വിശദീകരിക്കട്ടെ. സഭ എന്നുള്ള പദം നമ്മൾ കേൾക്കുമ്പോൾ സഭയെ 2 രീതിയിൽ നമ്മൾ തിരിച്ചറിയണം. ഒന്ന്, സാർവത്രിക സഭ. ശ്രദ്ധിക്കുന്നുണ്ടോ? സാർവത്രിക സഭ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ചർച്ച് എന്നാണ് അർത്ഥം. ലോകമെമ്പാടും ഒരുപോലെ വിശാലമായി ചിതറിക്കിടക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടം, ലോകമെമ്പാടും വസിക്കുന്ന വിശുദ്ധന്മാരുടെ സംഗമം. അതായത് ലോകത്തെമ്പാടും ഓരോ രാജ്യങ്ങളിലും, ഓരോ സ്റ്റേറ്റുകളിലും, ഓരോ ഡിസ്ട്രിക്റ്റുകളിലും, ഓരോ പട്ടണങ്ങളിലും, ഗ്രാമങ്ങളിലും വിശുദ്ധന്മാരുടെ കൂട്ടം ഒരുമിച്ച് കൂടി വരുന്ന കൂട്ടായ്മ. അങ്ങനെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് കൂട്ടായ്മകൾ ഉണ്ട് ലോകമെമ്പാടും. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് ഒരു കുടയുടെ കീഴിൽ വരുമ്പോൾ അതിന്റെ പേരാണ് സാർവത്രിക സഭ. അങ്ങനെ വരുമ്പോൾ സഭ ഒന്നേ ഉള്ളൂ. 2, പ്രാദേശിക സഭ. പ്രാദേശിക സഭ എന്ന് പറഞ്ഞാൽ സ്ഥലം സഭ. അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ലോക്കൽ ചർച്ച് എന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന കൊച്ചാമൻ സഭ, അത് കൊച്ചാമ സ്ഥലം സഭയാണ്, അത് ഇവിടുത്തെ ലോക്കൽ ചർച്ചാണ്, പ്രാദേശിക സഭയാണ്. ഇതുപോലെ ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന് സഭകൾ ലോകമെമ്പാടുമുണ്ട്. അപ്പോൾ ഒന്ന് സാർവത്രിക സഭ, 2 പ്രാദേശിക സഭ. അപ്പോൾ ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സാർവത്രിക സഭ അത് ഒറ്റ സഭയാണ്, അത് ദൈവത്തിന്റെ സഭയാണ്. കാരണം സഭയുടെ സ്ഥാപകൻ ദൈവമാണ്. അപ്പോൾ രണ്ടാമത്തെ സാദൃശ്യം എന്ന് പറയുന്നത് സഭയ്ക്ക് സാദൃശ്യം. കാരണം കൂടാരത്തിൽ ദൈവം വസിച്ചിരുന്നത് പോലെ ഈ കാലത്ത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലാണ് ദൈവം വസിക്കുന്നത്. അപ്പോൾ ഇന്ന് സ്വർഗത്തിലെ ദൈവം സഭയിൽ വാസം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിന് 1-2 തെളിവുകൾ നമുക്ക് തിരുവഴുത്തിൽ കൂടെ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കുറിച്ചെടുക്കുവാൻ പറ്റുമെങ്കിൽ കുറിച്ചെടുത്താൽ നന്നായിരിക്കും. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 14-15 വാക്യങ്ങളാണ്. മറ്റൊരു തിരുവഴുത്ത് അപ്പോസ്തല പ്രവൃത്തി 7:48. വേറൊരു വേദവാക്യം അപ്പോസ്തല പ്രവൃത്തി 17:24-25 വേദവാക്യങ്ങളാണ്. അതിലൊരു വാക്യമെങ്കിലും വായിച്ച് കേൾപ്പിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 14-15 വേദവാക്യങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു എന്നാണ്. അപ്പോൾ പൗലോസൂടെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്, സഭ എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്ഥാപനം, ഈ സഭയിൽ സ്വർഗത്തിലെ ദൈവം വാസം ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ സമാഗമന കൂടാരം സഭയ്ക്ക് സാദൃശ്യം. മൂന്നാമത്,
ഒറ്റ വിശ്വാസികൾക്ക് സാധിക്കും. ഒറ്റ വിശ്വാസികൾക്ക് സാധിക്കും. അതിന്റെ കാരണം കൂടാരത്തിൽ ദൈവം വസിച്ചിരുന്നത് പോലെ ഇന്ന് ഓരോ വിശ്വാസികളിലും ദൈവം വസിക്കുന്നു. ധാരാളം വാക്യങ്ങളുണ്ടെങ്കിൽ 2 വാക്യങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ കുറിച്ചെടുക്കാം. അതിലൊന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 3:16. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? കണ്ടോ, എത്ര മനോഹരമായ വാക്യം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് നോ യു നോട്ട് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ് എന്നാണ്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമെന്നും, അടുത്ത വാക്ക്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയത്തില്ലയോ? അപ്പോൾ ഇന്ന് ശ്രദ്ധിക്കണം, സ്വർഗത്തിലെ ദൈവം അന്ന് സമാഗമന കൂടാരത്തിൽ വസിച്ചിരുന്നത് പോലെ ഈ കാലഘട്ടത്ത് ഓരോ വിശ്വാസികളിലും സ്വർഗത്തിലെ ദൈവം വസിക്കുന്നു. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മിൽ ദൈവം വസിക്കുന്നത് കൊണ്ട് നാം നമ്മെ സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കണം? ആ വാക്യത്തിലുണ്ട്, ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. അപ്പോൾ എന്റെ ഈ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയമാണ്. ഈ ആലയത്തിന്റെ അകവും പുറവും, ഇന്റേണലി എക്സ്റ്റേണലി, ഇൻവാർഡ്ലി ഔട്ട്വാർഡ്ലി, അകവും പുറവും ഒരുപോലെ ശുദ്ധമായിട്ട് സൂക്ഷിക്കണം. യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണ വേളയിൽ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, 5-ാം അധ്യായത്തിൽ തന്നെയുണ്ട്: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, അകം ശുദ്ധമായിരിക്കണം. 2, പുറവും ശുദ്ധമായിരിക്കണം. കാരണം ദൈവത്തിന്റെ ആലയമാണ്. ഈ ശരീരമാകുന്ന ഈ ആലയത്തിൽ അരുതാത്ത ഒന്നും പാടില്ല എന്നാണ്. കാരണം നിങ്ങൾ ദൈവത്തിന്റെ ആലയം, സ്വർഗത്തിലെ ദൈവം നമ്മിൽ വസിക്കുന്നു. അതുകൊണ്ട് ദൈവം വസിക്കുന്ന ആലയമാകയാൽ ഈ ആലയമാകുന്ന ശരീരത്തെ അങ്ങേയറ്റം പരിപാവനമായി പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കണം. കാരണം കർത്താവ് ഇന്ന് ഓരോ വിശ്വാസികളിലും വാസം ചെയ്യുന്നു. ഇനി 1 കൊരിന്ത്യർ 6:19 ഈ വാക്യം ആവർത്തിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറിച്ചെടുക്കാം. 1 കൊരിന്ത്യർ 6:19 അതേ വസ്തുത പൗലോസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 4-മതായിട്ട് മനസ്സിലാക്കേണ്ടത്, കൂടാരം, സമാഗമന കൂടാരം 3 സ്വർഗങ്ങൾക്ക് സാധിക്കും. 3 സ്വർഗം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ആ കൺഫ്യൂഷനൊക്കെ മാറ്റാം. സ്വർഗം ഒന്നല്ല, ഒന്നിലധികമുണ്ട്. അതിന് ബൈബിൾ തന്നെ പ്രതിപാദിക്കുന്ന അനേക വേദവാക്യങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ശലോമോൻ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലുണ്ട്, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകത്തിലുണ്ട്. നീ സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും അടങ്ങാത്ത ദൈവം, ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച്, മഹിമയെക്കുറിച്ച്, വലിപ്പത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും. അപ്പൊ സ്വർഗമുണ്ട്, സ്വർഗാതിസ്വർഗമുണ്ട്, സ്വർഗം ഒന്നിലധികമുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, എഫേസ്യ ലേഖനം 4:10 വരുമ്പോൾ അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭക്തന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി എന്ന വസ്തുത കാണുന്നുണ്ട്. എഫേസ്യ ലേഖനം 4:10 മുതലുള്ള വേദവാക്യം നിങ്ങൾ വായിക്കുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഇങ്ങനെയാണ്: പാസ്റ്റർ കേൾക്കുന്നില്ല. പാസ്റ്റർ മ്യൂട്ടായേ, സുനിൽ പാസ്റ്റർ. പാസ്റ്റർ, ഹലോ കേൾക്കുന്നില്ല. സുനിൽ പാസ്റ്റർ സ്ക്രീനിൽ അൺമ്യൂട്ട് ചെയ്യണേ. ഐ എം വെരി സോറി, ഇടയ്ക്ക് ഏതോ ഒരു കോള് കയറി വന്നതാണ്. ഒരു സെക്കൻഡ്, ഞാൻ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെ കോൾ വന്നത് എനിക്കറിയത്തില്ല. സാധാരണ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അത് ശ്രദ്ധയോടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, 2 കോൾ വന്നതാണ്. ഐ എം സോറി. കഴിഞ്ഞ 30 സെക്കൻഡ് 40 സെക്കൻഡ് പറഞ്ഞത് കേട്ടില്ലായിരുന്നു. ഓക്കെ, ഞാനൊന്നുകൂടെ ആവർത്തിക്കാം. എഫേസ്യ ലേഖനം 4:10 ഞാൻ ഇവിടെ ഉരുവിട്ടത്.
അവിടെ പൗലൂസ് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഉയരങ്ങളിൽ കയറിയതിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു. അതായത് ഇങ്ങനെയാണ്: കയറി എന്നതിനാൽ, 9-10 വാക്യങ്ങളാണ്, എഫേസ്യർ 4:9-10. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അപ്പോൾ അവിടെയും സ്വർഗം, സ്വർഗം അതിന്റെ മീതെ. ഇനി ഏറ്റവും ചിന്തനീയമായ മറ്റൊരു വസ്തുത, 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ആ വാക്യം നിങ്ങൾ മറക്കരുത് കേട്ടോ. ആ വാക്യം പരിശോധിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലൂസ് പറയുന്നു, ശ്രദ്ധിക്കൂ, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. വാസ്തവത്തിൽ പൗലൂസ് തന്നെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ താൻ പറയുകയാണ്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരങ്ങൾക്ക് മുൻപ് 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു. അപ്പൊ സ്വർഗം 3 പിടികിട്ടിയല്ലോ. ഓൾറൈറ്റ്. അപ്പോൾ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയാണോ ശരീരം കൂടാതെയാണോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു എന്നാണ്. അടുത്ത വാക്ക്, 3-ാം വാക്യം, ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു എന്നാണ്. പറുദീസ. ഈ പറുദീസ എന്നുള്ള പദം നിങ്ങൾ കേൾക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത, 2 പറുദീസ ഉണ്ട്. തെറ്റിദ്ധരിക്കരുത്, വിശദീകരിക്കാം, തെളിയിക്കാം. 2 പറുദീസ എന്ന് പറയുന്നത്, ഒന്ന് അബ്രഹാം പിതാവിന്റെ മടി എന്നറിയപ്പെടുന്ന മേലത്തെ പാതാളം, പഴയ നിയമ വിശുദ്ധന്മാര് പാർത്തിരുന്ന സ്ഥലം. അതിന് പറുദീസ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറുദീസ എന്നൊരു പേര് കൂടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുന്ന സമയം കള്ളന്മാരിൽ ഒരുവൻ, അല്ലെങ്കിൽ ക്രൂശിലെ കള്ളൻ, അത് ഇടത്തുള്ളതോ വലത്തുള്ളതോ ഒന്നും തെളിവില്ല, അതാണ് കള്ളന്മാരിൽ ഒരുവൻ എന്ന് പറയാൻ കാരണം. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം കണ്ടിട്ട് പശ്ചാത്തപിക്കുന്നു. പശ്ചാത്താപത്തോടുകൂടെ അദ്ദേഹം പറയുന്നൊരു വാക്കാണ്, അങ്ങ് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. യേശുവിന്റെ മറുപടി, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കും. പിടികിട്ടുന്നുണ്ടോ? ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കുമെന്നാണ്. അപ്പോൾ ആ പറയപ്പെട്ട പറുദീസ അബ്രഹാം പിതാവിന്റെ മടിയെന്നും മേലത്തെ പാതാളമെന്നും അറിയപ്പെടുന്ന പഴയ നിയമ വിശുദ്ധന്മാരുടെ വിശ്രമ സ്ഥലമാണ്. നേരെ മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തോടുള്ള ബന്ധത്തിൽ മഹാദൈവം പഴയ നിയമ വിശുദ്ധന്മാരെ, അതാണ് പൗലൂസ് പറഞ്ഞിരിക്കുന്നത്, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി എന്നാണ്. അങ്ങനെ ഇന്ന് ഒരു വിശുദ്ധൻ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ ആ വിശുദ്ധന്റെ ആത്മാവ് ചെന്ന് ചേരുന്നത് ക്രിസ്തുവിനോട് കൂടെയാണ്, സ്വർഗീയ പറുദീസയിലാണ്. അപ്പോൾ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ പാർത്തിരുന്ന ആ മേലത്തെ പാതാളമെന്നും അബ്രഹാം പിതാവിന്റെ മടിയെന്നും പറുദീസ എന്നും അറിയപ്പെട്ട സ്ഥാനത്തല്ല ഇന്ന് മരിക്കുന്ന വിശുദ്ധന്മാർ ചെല്ലുന്നത്. ഇന്ന് മരിക്കുന്ന ഓരോ ദൈവ പൈതങ്ങളും ക്രിസ്തുവിനോടുകൂടെ, അതിനെക്കുറിച്ച് പൗലൂസ് പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ വസിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അത് അത്യുത്തമമല്ലോ. അപ്പോൾ ഇന്ന് ക്രിസ്തുവിനോട് കൂടെയാണെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേരാണ് സ്വർഗീയ പറുദീസ. ഓക്കെ. അപ്പോൾ പൗലൂസ് പറയുന്നു, ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം, അവിടെ 3 സ്വർഗങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ന്യായമായി നമ്മൾ ഈ 3 സ്വർഗങ്ങൾ എന്ന് കേൾക്കുമ്പോൾ അറിയേണ്ടത്, ആകാശമണ്ഡലം, നക്ഷത്രമണ്ഡലം, സ്വർഗാദി സ്വർഗം. പിടികിട്ടുന്നുണ്ടോ? ആകാശമണ്ഡലം അത് ഒരു സ്വർഗമാണ്. അതിനെക്കുറിച്ച് പൗലൂസ് പറയുന്നു എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, അവിടെ പൈശാചിക സൈന്യം ആവസിക്കുന്ന സ്ഥലമാണ്. കാരണം സ്വർഗാദി സ്വർഗത്തിൽ പിശാചിന് സ്ഥാനമില്ല, അത് പരിശുദ്ധമാണ്, അവിടെ ദൈവം വസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ഈ കൂടാരം 3 സ്വർഗങ്ങൾക്ക് സാദൃശ്യമാണ്. ആകാശമണ്ഡലം, നക്ഷത്രമണ്ഡലം, സ്വർഗാദി സ്വർഗം എന്നിവയാണ് ഈ അനുഗ്രഹീതമായ 3 സ്വർഗങ്ങൾ. ഇനി പറയുന്നത് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇസ്രായേലിലെ മഹാപുരോഹിതൻ 7-ാം മാസമായ ഏഥാനീം 10-ാം തീയതി ലേവ്യ പുസ്തകം 16-ൽ കാണും പ്രകാരം പാപപരിഹാരത്തിനായുള്ള ആടിനെ പ്രാകാരത്തിൽ വെച്ച് അറുത്ത് അതിന്റെ രക്തവുമായി പ്രാകാരം, ഒന്നാമത്തെ സ്ഥലം, വിശുദ്ധ സ്ഥലം, രണ്ടാമത്തെ ഇടം,
ഇത് രണ്ടും കടന്ന് മൂന്നാമത്തെ സ്ഥലമാകുന്ന അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് ജനത്തിന് വേണ്ടി പാപ പരിഹാരം വരുത്തുന്നു. മനസ്സിലാക്കുന്നുണ്ടോ? ഒന്നുകൂടെ ആവർത്തിക്കാം. ലേവ്യ പുസ്തകം 16-ാം അധ്യായം നിങ്ങൾക്ക് സാവധാനത്തിൽ വായിച്ച് മനസ്സിലാക്കാം. ആ അധ്യായത്തിൽ നമ്മൾ കാണുന്ന പ്രകാരം പാപ പരിഹാരത്തിനായുള്ള ആടിനെ, അതായത് അത് വിശദീകരിക്കുവാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സമയം ലാഭിക്കുവാൻ വേണ്ടി വിശദീകരിക്കുന്നില്ല, അതാണ് അധ്യായം പറഞ്ഞു വിട്ടത്. അവിടെ നമ്മൾ 2 ആടുകളെ കാണുന്നുണ്ട്. ഒന്ന് യഹോവയ്ക്ക് നിന്നും മറ്റൊന്ന് അസലേലിൽ നിന്നും. അപ്പോൾ അതിൽ ഒരു ആടിനെ അവിടെ വെച്ചറുക്കുന്നു. അസലേലിൽ നിന്നുള്ള ആടിനെ തലയിൽ കൈവച്ച് സകലത്തിന്റെ പാപത്തെ ചുമത്തി അതിനെ വിടുകയാണ് മരുഭൂമിയിലേക്ക്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഈ അറുക്കപ്പെട്ട ആടിന്റെ രക്തവുമായിട്ടാണ് പുരോഹിതൻ നേരെ പ്രാകാരം കടന്ന് വിശുദ്ധ സ്ഥലത്ത് ചെല്ലുന്നത്. വിശുദ്ധ സ്ഥലം കടന്ന് അതിവിശുദ്ധ സ്ഥലത്ത് ചെല്ലുന്നത്. അതിവിശുദ്ധ സ്ഥലത്ത് ചെന്നിട്ട് ആ പാത്രത്തിലുള്ള രക്തത്തിൽ വിരലുകൾ മുക്കി ആ നിയമപ്പെട്ടകത്തിലേക്ക് ഈ രക്തം തളിക്കും. അങ്ങനെ ആദ്യം സ്വന്തം പാപത്തിനും പിന്നെ ജനത്തിന്റെ പാപത്തിനും പരിഹാരം വരുത്തിയ ശേഷം താൻ തിരിച്ചതുപോലെ മടങ്ങി വരികയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ സമയത്ത് ജനം ഇഞ്ഞു പുറത്ത്, പ്രാകാരത്തിലല്ല, ഇഞ്ഞു പുറത്ത് എവിടെയാ? പാളയത്ത് തമ്പടിച്ച് പിന്നെ ഒരുമിച്ച് കൂടിക്കിടക്കുകയാണ്. എന്തിനാ കൂടിക്കിടക്കുന്നത്? അവർക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ മഹാപുരോഹിതൻ ഞങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി പ്രാകാരം കടന്ന് വിശുദ്ധ സ്ഥലം കടന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. ആ പുരോഹിതൻ എന്നും അവിടെ നിൽക്കത്തില്ല. എത്രയും വേഗത്ത് ചെയ്യേണ്ട സകല ശുശ്രൂഷകളും നിർവഹിച്ചിട്ട് മഹാപുരോഹിതൻ പോയതുപോലെ വാസ്തവത്തിൽ മടങ്ങി വരും. മടങ്ങി വന്ന് ഞങ്ങളെ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ആ മഹാപുരോഹിതന്റെ വരവിനെ കാത്തുകിടക്കുന്ന ഇസ്രായേൽ ജനം പാളയത്തിൽ. മനസ്സിലാക്കുന്നുണ്ടോ? അതുപോലെ മറ്റൊരു ആത്മീക വസ്തുത, ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നേക്കും 2000 വർഷങ്ങൾക്കപ്പുറം മാനവജാതിയുടെ പാപത്തിന് പൂർണ്ണമായ പരിഹാരം വരുത്തേണ്ടതിന് കാൽവരി മലമേൽ സ്ഥാപിക്കപ്പെട്ട ആ ക്രൂശിന്മേൽ പരമയാഗമായി തീർന്നു. കാൽവരി മലമേൽ ചിന്തപ്പെട്ട പുണ്യാക രക്തം മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പൂർണ്ണമായ പരിഹാരം വരുത്തേണ്ടതിനായി. അങ്ങനെ കർത്താവ് കാൽവരി മലമേൽ സ്ഥാപിക്കപ്പെട്ട ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് അലറി വിളിച്ച് പ്രാണനെ വിളിക്കും. ആ കർത്താവായ യേശുക്രിസ്തു മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് അവിടെ നിന്ന് 40ഓളം നാളുകൾ ശിക്ഷകണങ്ങൾക്ക് പ്രത്യക്ഷനായിട്ട് പരസ്യമായി ശിഷ്യന്മാർക്കാണെങ്കിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ നക്ഷത്രമണ്ഡലം കടന്ന്, ആകാശമണ്ഡലം കടന്ന് നക്ഷത്രമണ്ഡലങ്ങളും കടന്ന് സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ അവിടെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ചെന്ന് നമുക്ക് വേണ്ടി ഇന്നും പക്ഷപാതം ചെയ്തുകൊണ്ട് ജീവിച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന്റെ ആ പരസ്യമായുള്ള സ്വർഗത്തിലേക്കുള്ള ആരോഹണം കണ്ട ശിഷ്യന്മാർ 11 പേരുണ്ടായിരുന്നു. അവരെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ കൊടുത്തിരിക്കുന്നത് 1:11 കൊടുത്തിരിക്കുന്നത് ഗലീല പുരുഷന്മാരെന്നാണ്. മെൻ ഓഫ് ഗാലിലി. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ ആ കർത്താവായ യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരും. അപ്പോൾ മഹാപുരോഹിതനായ അഹരോൻ പ്രാകാരം കടന്ന് വിശുദ്ധ സ്ഥലം കടന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെന്നിട്ട് അവിടെ നടത്തേണ്ട കർമ്മങ്ങളെല്ലാം നടത്തി മടങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കൾ പാളയത്തിൽ തമ്പടിച്ചു കിടന്നതുപോലെ ഇന്ന് ലോകമെമ്പാടും വിശുദ്ധന്മാരുടെ ഒരു വലിയ കൂട്ടം ലോകമെമ്പാടും നോക്കി പാർക്കുന്നുണ്ട്. എന്തിനാ നോക്കി പാർക്കുന്നേ? ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന് ചെയ്യേണ്ട സകല പ്രവർത്തികളും
ചെയ്ത് പൂർത്തീകരിച്ചിട്ട്, ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ആകാശമണ്ഡലവും നക്ഷത്രമണ്ഡലവും കടന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ക്രിസ്തു എന്നും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കത്തില്ല. അവിടുന്ന് എത്രയും വേഗത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് മടങ്ങി വരും. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിയ മഹാപുരോഹിതൻ മടങ്ങി വന്ന് പുറത്തു വന്ന് ഇസ്രായേൽ ജനത്തെ കരങ്ങൾ നീട്ടി അനുഗ്രഹിച്ചെങ്കിൽ, നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് എത്രയും വേഗത്ത് പിതാവിന്റെ സന്നിധിയിൽ നിന്നും, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ നിന്നും ആകാശമേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് എത്രയും വേഗത്ത് അവിടുന്ന് മധ്യാകാശത്തിൽ വെളിപ്പെടും. എന്തിനാ? തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി. അപ്പോൾ ഇന്ന് ലോകമെമ്പാടും വിശുദ്ധന്മാരെ കാത്തിരിക്കുന്നത് ഒരേ ഒരു വിഷയത്തിന് വേണ്ടിയാണ്. എന്താ ഒരൊറ്റ വിഷയം? നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവ്. യേശു മടങ്ങി വരും. യേശുവിനെ കുറിച്ച് മഹാപുരോഹിതനാണെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഈ സമാഗമന കൂടാരത്തിന്റെ പ്രാകാരമുണ്ടല്ലോ, പ്രാകാരത്തിന്റെ വാതില്. ഓക്കെ, പ്രാകാരവാതിൽ, വാതിലിന്റെ സ്വഭാവം. വാതിലിന്റെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുവാൻ തിരുവെഴുത്തുകളിൽ തെളിവുകളുണ്ട് കേട്ടോ. പുറപ്പാട് പുസ്തകം 27:16, അതുപോലെ തന്നെ 38 അധ്യായത്തിന്റെ 18 വാക്യം. പിന്നെ പുറപ്പാട് പുസ്തകം 40:8, 28. ഈ വേദവാക്യങ്ങളൊക്കെ ശാന്തമായി നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. പുറപ്പാട് 27:16, 38:18, 40:8, 28. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വാതിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കും. ഓക്കെ, ഈ വാതിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. അതിന്റെ തെളിവാണ് യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായം 9 വാക്യം. അവിടെ കാണുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷപ്പെടും, അവനകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ യേശു ക്രിസ്തു ആധികാരികമായി പറഞ്ഞിരിക്കുകയാണ്, ഞാൻ വാതിലാകുന്നു. ഐ ആം ദ ഡോർ എന്നാണ്. ഐ ആം ദ ഡോർ, ബൈ മീ ഇഫ് എനി മാൻ എൻ്റർ ഇൻ ഹി ഷാൽ ബി സേവ്ഡ് എന്നാണ്. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടുമെന്നാണ് വ്യക്തമാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ് സാക്ഷാൽ വാതിൽ. പിടി കിട്ടുന്നുണ്ടോ? നോക്കിയേ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആകുന്ന വാതിലിലൂടെ അല്ലാതെ ഒരൊറ്റ മനുഷ്യനും ആത്മരക്ഷ നേടാൻ കഴിയത്തില്ല. ആത്മരക്ഷ നേടണമെങ്കിൽ യേശു ആകുന്ന വാതിലിലൂടെ പ്രവേശിക്കണം. അപ്പൊ വാതിലിലൂടെ അല്ലാതെ കടക്കുന്നത് വാസ്തവത്തിൽ സാക്ഷാൽ ആട്ടിൻകൂട്ടമല്ല. ഈ യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായത്തിൽ വളരെ വ്യക്തമായി യേശു ക്രിസ്തുവിന്റെ അവകാശ പ്രഖ്യാപനങ്ങൾ അടങ്ങിയ വസ്തുതകൾ വർണ്ണിച്ചിരിക്കുകയാണ്. ഈ അധ്യായത്തിൽ തന്നെ യേശു തന്നെ കുറിച്ച് പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു എന്നാണ്. ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലാണല്ലോ പ്രത്യേകിച്ച് അവകാശ പ്രഖ്യാപനങ്ങൾ വർണ്ണിച്ചിരിക്കുന്ന അവകാശവാദങ്ങൾ. പ്രധാനപ്പെട്ട 7 അവകാശവാദങ്ങൾ ഇതിനകത്തുണ്ട്. അതിലൊന്നാണ് നമ്മളിവിടെ ചിന്തിച്ചത്, നല്ല ഇടയൻ. അതിൽ മറ്റൊന്നാണ് വാതിൽ. അങ്ങനെയാണെങ്കിൽ ഈ വാതിലിന്റെ സവിശേഷതകൾ 1, 2, 3, 4 എന്ന് ശാന്തമായി നമുക്ക് ചിന്തിക്കാം. ഈ വാതിലിന്റെ സവിശേഷതകൾ. ഒന്നാമത്തെ സവിശേഷത, ഇത് ഏകവാതിലാകുന്നു. ഏകവാതിലാകുന്നു. ഓക്കെ, 2 തിരുവെഴുത്തുകൾ അതിന് സഹായത്തിലുണ്ട്. കുറച്ചുകൂടെ ഒരു വിശദീകരണം നിങ്ങൾക്ക് തന്നിട്ട് തിരുവെഴുത്ത് വായിച്ച് കേൾപ്പിക്കാം. ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതിനായി മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന ഏകവാതിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് തറപ്പിച്ച് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. ഉദാഹരണം, യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 6 വാക്യം. മറക്കരുത് കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 16:6. എന്താണ് അവിടെ കാണുന്നത്? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ
അരികത്ത് ചെല്ലാൻ പറ്റില്ല. കണ്ടോ? ആർക്കെങ്കിലും പിതാവായ ദൈവത്തെ കാണണമെങ്കിൽ, പിതാവായ ദൈവത്തിന്റെ രാജ്യത്തിൽ ചെല്ലണമെങ്കിൽ അതിനുള്ള ഏകവാതിൽ, അതിനുള്ള ഏക വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. മറ്റൊരു തിരുവഴുത്താണ് പത്രോസിന്റെ പ്രഖ്യാപനം. അപ്പോസ്തല പ്രവൃത്തി 4:12. അവിടെ കാണുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ വേറൊരു നാമമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയുള്ള ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ദൈവമക്കളായ ഏവരും മനസ്സിലാക്കേണ്ടത്, രക്ഷ പ്രാപിപ്പാൻ ഏക മാർഗം യേശു ക്രിസ്തു മാത്രം. യേശു ക്രിസ്തുവാകുന്ന ഏക വഴിയിലൂടെ, വാതിലിലൂടെ, ഈ ഏക രക്ഷാമാർഗത്തിലൂടെ അല്ലാതെ മോക്ഷം പ്രാപിപ്പാൻ വേറൊരു മാർഗമില്ല. കൃപയാൽ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള നിത്യരക്ഷ പ്രാപിച്ച ദൈവകുഞ്ഞുങ്ങളാകുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. കൃപയാൽ ഈ നിത്യരക്ഷ കരസ്ഥമാക്കുവാൻ ദൈവം ഭാഗ്യം തന്നല്ലോ. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാകുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുത, ഇനിയും ഇതുവരെയും രക്ഷിക്കപ്പെടാതിരിക്കുന്ന ധാരാളം മീൻസ് കോടിക്കണക്കിന് ജനമാണ് ലോകമെമ്പാടും ഇടം കൈയും വലം കൈയും തിരിച്ചറിയാതെ കഴിയുന്നു. അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, മറന്നുപോകരുത്. ഓക്കെ? അപ്പൊ രക്ഷ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രം. നിത്യരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള ഏക വഴി യേശു ക്രിസ്തു. അപ്പോൾ ഇത് ഏകവാതിലാകുന്നു. ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത്തെ സവിശേഷത, ഇത് വിസ്താരമേറിയ വാതിലാകുന്നു. വിസ്താരം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നോ? ഇതിന്റെ വീതി 20 മുഴം. ഇതിന്റെ വീതി 20 മുഴം. ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒരു അളവാണ് 20 മുഴം. അപ്പോൾ വളരെ വിസ്താരമേറിയ വാതിലാകുന്നു ഈ വാതിൽ. ഏത് വാതിൽ? സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിലെ വാതിൽ. ഒന്ന് നമ്മൾ ചിന്തിച്ചു, ഏകവാതിൽ. യേശുവാകുന്ന വാതിലിലൂടെ അല്ലാതെ ആത്മരക്ഷ നേടാൻ പറ്റത്തില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിഞ്ഞു. 2, ഇത് വിസ്താരമേറിയ വാതിൽ. വിസ്താരമേറിയ വാതിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്രിസ്തുമാർഗം സാർവത്രികമായതാണെന്നും ജാതി മതഭേദമന്യേ ആർക്കും അതിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാവുന്നതാണെന്നും വെളിപ്പെടുത്തുകയാണ്. തീർന്നില്ല, ഏത് സ്ഥലത്തുള്ളവർക്കും പ്രവേശിക്കാവുന്നതാണ്. കാരണം അത്രയ്ക്ക് വിശാലമാണ്. ഓക്കെ? യേശുക്രിസ്തു എന്ന ലോകരക്ഷകൻ ലോകത്തിന്റെ ഏത് കോണിൽ പാർക്കുന്ന ഏത് കൊടും പാതിക്കും അവിടെ ഇരുന്നു കൊണ്ട് ഈ വിശാലമാകുന്ന ക്രിസ്തുവാകുന്ന വഴിയിലൂടെ പ്രവേശിക്കാം. അപ്പൊ ഈ വാതിൽ വിശാലമേറിയതാണ്. അതിന് 1-2 വേദവാക്യങ്ങൾ, പ്രത്യേകിച്ച് മത്തായി എഴുതിയ സുവിശേഷം 11:28. 11:28 നോക്കൂ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും, ആ വാക്ക് ശ്രദ്ധിക്കണം, 2-3 പേരെന്നല്ല, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശുവിന്റെ വാക്കാ. കണ്ടോ? ഇനിയും മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം, അതിന്റെ 15-16 വാക്യങ്ങൾ യേശു പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീ. കണ്ടോ? അപ്പോൾ വിസ്താരമേറിയ വാതിലായതുകൊണ്ട് ജാതി മത ഭേദമന്യേ ഏത് വ്യക്തികൾക്കും ഏത് സമയത്തും ഇത് പ്രവേശിക്കുവാൻ ഇത് വിശാലമായ ഇതൊരു വഴിയാണ്, അല്ലെങ്കിൽ വാതിലാണ്. മനസ്സിലാക്കുന്നുണ്ടോ? ഇനി അപ്പോസ്തല പ്രവൃത്തി 10:35. അപ്പോസ്തല പ്രവൃത്തി 10:35 വാസ്തവത്തിൽ അവിടെ പത്രോസിന്റെ പ്രഭാഷണത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം. കൊർന്നേലിയോസിന്റെ വീട്ടിൽ ചെന്ന് കയറിയ പത്രോസ് നടത്തിയ പ്രഭാഷണത്തിൽ പത്രോസ് വാതുറന്ന് പറയുകയാണ്, ദൈവത്തിന് മുഖപക്ഷം ഇല്ല. താൻ പറയുകയാണ്, ദൈവത്തിന് മുഖപക്ഷമില്ല. തീർന്നില്ല, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു.
അപ്പോൾ ഇത് വിശാലമായ വഴിയായതുകൊണ്ട്, ക്രിസ്തുമാർഗം സാർവത്രികമായതുകൊണ്ട്, ജാതി മതഭേദമന്യേ. അപ്പോൾ ഈ സുവിശേഷം നമ്മൾ അറിയിക്കേണ്ടത് കറുത്തവരോട് മാത്രമല്ല, വെളുത്തവരോട് മാത്രമല്ല. നമ്മൾ നരവംശാസ്ത്രപരമായുള്ള പഠനം നടത്തുമ്പോൾ നരവംശാസ്ത്രം, അതായത് ആന്ത്രോപോളജി പഠിക്കുമ്പോൾ മനുഷ്യവർഗത്തെ പ്രധാനമായിട്ടും 3 കൂട്ടരായി വേർതിരിക്കുന്നു എന്നാണ്. കോക്കോസോയിഡ്, മംഗളോയിഡ്, ദെൻ നീഗ്രോയിഡ് എന്നാണ്. കോക്കോസോയിഡ് എന്ന് പറഞ്ഞാൽ മധ്യപൂർവേഷ്യൻ നാടുകളിലും പിന്നീട് പാശ്ചാത്യ നാടുകളിലും യൂറോപ്പിന്റെ പല ഭാഗത്ത് കുടിയേറി പാർക്കുന്ന സുഗമന്മായിരിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെ ആളുകളെ കുറിച്ചാണ് കോക്കോസോയിഡ് എന്ന് പറയുന്നത്. രണ്ടാമത് മംഗളോയിഡ്. വേഷത്തിൽ അല്പ വ്യത്യാസമുണ്ട്. വേഷം മീൻസ് അവരുടെ ഷെയ്പ്പിന്, മൂക്കല്പം പതിഞ്ഞ് കൺപോള അല്പം അറ്റം മൂടിയിരിക്കുന്ന മംഗോളിയ വർഗത്തിൽപ്പെട്ട ജനം, മംഗളോയിഡ്. മൂന്നാമത്തത് നീഗ്രോയിഡ് എന്നാണ്. നീഗ്രോയിഡ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്ത് പിന്നെ മറ്റനേക രാജ്യങ്ങളിൽ പണ്ട് അടിമകളായി വിൽക്കപ്പെട്ടവരും ഇന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് പ്രശസ്തി ആർജിച്ച രീതിയിൽ പാർക്കുന്നവരുമായ കറുത്ത വംശത്തിൽപ്പെട്ടവർ. ഞാനിത് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ആശയം എന്തിനാണെന്നറിയാമോ? മംഗോളിയരെന്നോ കോക്കോസോയുടെ പാശ്ചാത്യരെന്നോ യൂറോപ്യനെന്നോ നീഗ്രോ എന്നോ വ്യത്യാസം കൂടാതെ ആരോടും സുവിശേഷം പറയുവാനുള്ള ഒരു ഉത്തരവാദിത്വം സ്വർഗത്തിലെ ദൈവം നമ്മെ ഏൽപ്പിച്ചു. അതുകൊണ്ട് അല്പം പോലും അലക്ഷ്യം കൂടാതെ ആരോടും നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഈ സത്യം അറിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. കാരണം വിശാലമേറിയ വാതിലാണ്. മൂന്നാമത്തത്, ഈ വാതിൽ എപ്പോഴും തുറക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ഓൾവേസ് ഓപ്പൺ. രാത്രിയും പകലും ഈ വാതിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, തുറക്കപ്പെട്ടിരിക്കുന്ന വാതിൽ എപ്പോഴും. ഒരിക്കലും ഈ വാതിൽ അടയ്ക്കപ്പെട്ടില്ല. എന്താ അതിന്റെ അർത്ഥം? സമയവ്യത്യാസം എന്നെ എപ്പോഴും രക്ഷിക്കപ്പെടാം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. സമയവ്യത്യാസം എന്നെ എപ്പോഴും രക്ഷിക്കപ്പെടാം. ഓക്കെ, ധാരാളം വേദവാക്യങ്ങൾ അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം. 6:37. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. ഏത് സമയത്ത് തമ്പുരാന്റെ അടുക്കൽ ചെന്നാലും അവരെ കർത്താവ് തള്ളിക്കളയത്തില്ല എന്നാണ് നമ്മൾ ഈ വേദഭാഗത്ത് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇനിയും വേറെ വേദവാക്യങ്ങളുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4:16 അവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യം ോ കേൾക്കാമല്ലോ? കേൾക്കാം പാസ്റ്റർ. ഓക്കെ, താങ്ക് യു. അപ്പോ ശ്രദ്ധിക്കണം, ഇതാണ് 2 റെഫറൻസുകൾ. ഇനി ഇതിനേക്കാൾ അപ്പുറം ഒരു മഹനീയമായ റെഫറൻസ് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലുണ്ട്. അതൊരിക്കലും മറക്കരുത്. 16-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ വാസ്തവത്തിൽ അർദ്ധരാത്രിക്ക് പൗലൂസും ശീലാസും ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. അർദ്ധരാത്രി. അപ്പോൾ അർദ്ധരാത്രിക്ക് പൗലൂസും ശീലാസും ഒരുമിച്ച് പാടി സ്തുതിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നറിയണ്ടേ? കാരാഗ്രഹ പ്രമാണി കുടുംബം ആ ഒറ്റ രാത്രി കൊണ്ട് രക്ഷിക്കപ്പെട്ടു. ആ രാത്രി സ്നാനപ്പെട്ടു. നേരം വെളുത്തപ്പോൾ ഒരു സഭ സ്ഥാപിക്കപ്പെട്ടു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അർദ്ധരാത്രി എന്നോ പ്രഭാതമെന്നോ സന്ധ്യയെന്നോ വ്യത്യാസമെന്നെ ഏതു സമയത്തും കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള നിത്യരക്ഷ പ്രാപിപ്പാൻ കഴിയും എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഓക്കെ, നിത്യരക്ഷ പ്രാപിക്കുവാൻ സമയം ഒരു ബാധകമേ അല്ല, സമയം ഒരു വ്യത്യാസമല്ല. ആരോടും ഏതു സമയത്തും സുവിശേഷം അറിയിക്കുവാൻ
സ്വാതന്ത്ര്യമുണ്ട്. നമുക്കത് അനുഗ്രഹീയമായ രീതിയിൽ അത് വിനിയോഗിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ 3 കാര്യങ്ങളാണ് ചിന്തിച്ചത്. മൂന്നാമത്തത്, ഇത് എപ്പോഴും തുറക്കപ്പെട്ടിരിക്കുന്ന വാതിലെന്നാണ്. നാലാമത്തത്, ഈ വാതിൽ കാഴ്ചയ്ക്ക് മനോഹരമായ വാതിലാണ്. കാഴ്ചയ്ക്ക് മനോഹരമായ വാതിലായി തീരുവാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഈ വാതിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, അതായത് അതിന്റെ വാസ്തവത്തിൽ തിരശ്ശീല എന്ന് പറയുന്നത് നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പ് നൂല്, പിരിച്ച പഞ്ഞിനൂല് എന്നിവ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരുന്നത്. ഓക്കെ, 4 പ്രധാനപ്പെട്ട നൂലുകൾ: നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പ് നൂല്, പിരിച്ച പഞ്ഞിനൂല്. നൂലുകളുടെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് പിന്നാലെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഈ 4 വിധ നൂലുകൾ കൊണ്ട് നിർമ്മിച്ചത് കൊണ്ട് ഇത് വളരെ മനോഹരമായിരിക്കുന്നു, വളരെ മനോഹരം. ഓക്കെ, ഇതിന്റെ മനോഹാരിത മനസ്സിലാക്കണമെങ്കിൽ ഉത്തമഗീതം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം, അതുപോലെ തന്നെ 5-ാം അധ്യായം 10 മുതൽ 16 ഉള്ള വേദഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഓൾ റൈറ്റ്, ശ്രദ്ധിക്കുക. ഈ അനുഗ്രഹീതമായ വാതിലിന്റെ 5-ാമത്തെ പ്രത്യേകത, ഈ വാതിൽ വെച്ചിരിക്കുന്നത് കിഴക്ക് ദിക്കിനെ അഭിമുഖീകരിച്ചാണ്. കിഴക്ക് ദിക്കിന്, അതായത് ഈ ആലയത്തിന്റെ മുൻഭാഗം എന്ന് പറയുന്നത് കിഴക്ക് ദർശനമാണ്. നമുക്ക് പിന്നാലെ പഠിക്കുവാനുള്ള വിഷയങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്, ഞാൻ അപ്പോൾ അത് വിശദീകരിക്കാം. ഈ കിഴക്ക് ഭാഗത്ത് 3 പ്രധാനപ്പെട്ട ഗോത്രങ്ങളാണ് യഹൂദ ഉൾപ്പെടെ തമ്പടിച്ച് കിടക്കുന്നത് കിഴക്ക് വശത്ത്. അപ്പോൾ കിഴക്കിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത്. അപ്പൊ ഉദയസൂര്യൻ ഈ വാതിലിനെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തുവാകുന്ന ഏകവാതിൽ ദൈവപ്രകാശം ശോഭിച്ച് ഇരുട്ടിലിരിക്കുന്ന ജനം വെളിച്ചം കണ്ടിട്ട് ഈ വാതിലിലൂടെ ക്രിസ്തുവിലേക്ക് പ്രവേശിക്കുവാൻ ഇടവരികയാണ്. ഓക്കെ, മത്തായി എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, ഒപ്പം യോഹന്നാന്റെ സുവിശേഷം 1-4, 5, മത്തായി 4-15. മത്തായി സുവിശേഷം 4-15 വായിക്കുമ്പോൾ ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്നാണ്. അപ്പോൾ ഈ വാതിൽ വെച്ചിരിക്കുന്നത് കിഴക്ക് ദിക്കിനെ അഭിമുഖീകരിച്ചായതുകൊണ്ട് ഉദയസൂര്യൻ ഈ വാതിലിനെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനിയും അടുത്ത് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 4-5 വേദവാക്യങ്ങൾ. അവിടെ യോഹന്നാൻ പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്നാണ്. അടുത്ത്, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല എന്നാണ്. ഓക്കെ, അപ്പൊ ഈ 5-ാമത്തെ ഈ വാതിലിന്റെ സവിശേഷത കിഴക്ക് ദർശനമായി ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് സൂര്യപ്രകാശം, ഉദയസൂര്യൻ ഈ വാതിലിനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. 6-ാമത്തെ പ്രത്യേകത, ഈ വാതിലിന് കതകോ പൂട്ടോ കൊളുത്തോ ഒന്നുമില്ല. ശ്രദ്ധിക്കണം, ഈ വാതിലിന് കതകില്ല, കാരണം തിരശീലയാണ്. 2, പൂട്ടില്ല. 3, ഒരു കൊളുത്തുമില്ല. കണ്ടോ, ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. എന്താണെന്നറിയാം അതിന്റെ പ്രത്യേകത? പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു തിരശീല മാത്രമല്ലാതെ മറ്റൊരു പ്രതിരോധവും ഇല്ല. ഈസി ആയിട്ട് പ്രവേശിക്കാം. സാധാരണ നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വാതിലിൽ കൊട്ടണം, അവരാ വാതിൽ തുറക്കണം, ഡോറ് തുറക്കണം. വാതിൽ തുറന്നാലേ അകത്ത് കയറാൻ പറ്റത്തില്ല. ഇവിടെ വാതിൽ ലോക്ക് ചെയ്തിരിക്കും, കൊളുത്തിട്ടിരിക്കും. ഇങ്ങനെ ഒരു കടമ്പയും കടക്കാതെ ഈസി ആയിട്ട് പ്രവേശിക്കുവാൻ പര്യാപ്തമായ രീതിയിലാണ് ഈ ദേവാലയത്തിന്റെ വാതിൽ ക്രമീകരിച്ചിരുന്നത്. കാരണം ഈ ഡോറിന് പ്രത്യേകിച്ചൊരു കതകില്ല.
പൂട്ടില്ല, ഒരു കൊളുത്തില്ല. അതുകൊണ്ട് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് തിരശ്ശീല മാത്രമല്ലാതെ മറ്റു ഒരു പ്രതിസന്ധിയും ഒരു തടസ്സവും ഇവിടെ കാണുന്നില്ല. അത്ര ഈസി ആയിട്ട് ഇതിനകത്ത് പ്രവേശിക്കാം. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സമീപിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിനെ കണ്ടുമുട്ടുവാൻ ഒരു തടസ്സവും ഇല്ല. ഏത് സമയത്തും യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടാം. യേശു ക്രിസ്തുവിൽ കൂടെ ലഭിക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഒരു തടസ്സവും കൂടാതെ പ്രാപിക്കുവാൻ സാധിക്കും. ഓക്കെ, ഇനി 7ാമത്തെ സവിശേഷത അതുകൂടെ ചിന്തിക്കുമ്പോൾ ഈ വാതിലുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയം നമുക്കിവിടെ അവസാനിക്കുകയാണ്. 7ാമത്തെ പ്രത്യേകത, ഈ വാതിലിന് കട്ടളയോ കുറുമ്പടിയോ ഇല്ല. മനസ്സിലാക്കണം, കുറുമ്പടി എന്ന് പറയുന്നത് മുകളിലും താഴെയും ഘടിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോ ഈ വാതിലിന് കട്ടളയില്ല, കുറുമ്പടിയില്ല. ഇത് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് എന്താ പ്രത്യേകത എന്നറിയാമോ? ഇവിടെ വരുന്ന ഒരു വ്യക്തിക്ക് കാല് പൊക്കി വെച്ച്, കുറുമ്പടി ഇല്ലാത്തതുകൊണ്ട്, ചവിട്ടുപടി ഇല്ലാഞ്ഞത് കൊണ്ട് കാല് പൊക്കി വെച്ച് കടക്കേണ്ട ആവശ്യം വരുന്നില്ല. വരുന്ന മട്ടിൽ തന്നെ അകത്തേക്ക് നടന്നു കയറാം. അതായത് മനുഷ്യന്റെ യാതൊരു പരിശ്രമത്തിനും ഇവിടെ സ്ഥാനമില്ല. ഇവിടെ വന്ന് ഒട്ടും കഷ്ടപ്പെടണ്ട, ഒരു പരിശ്രമവും നടത്തണ്ട, ഈസി ആയിട്ട് അകത്ത് പ്രവേശിക്കാം. തീത്തോസിന്റെ അനുഗ്രഹീതമായ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ 5-ാം വാക്യം, 3:5, തീത്തോസ് 3:5, അവിടെ അപ്പോസ്തലനായ പൗലൂസ് പറയുന്നുണ്ട്, അവൻ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല, തന്റെ കരുണപ്രകാരം അത്രേ നമ്മെ രക്ഷിച്ചത്. അപ്പോൾ യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ നേടുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ലെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലൂസ് അവിടെയും പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 2:16 വേദവാക്യം, ഓൾറൈറ്റ്, എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്നറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. അപ്പോൾ ഇത്രയും മനോഹരമായ ഈ വാതിലിന്റെ അനുഗ്രഹീതമായ സവിശേഷതകളാണ് ഇതുവരെയും നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇത്രയും മനോഹരമായ സവിശേഷതയുള്ള വാതിലാണ് സമാഗമന കൂടാരം എന്ന ദേവാലയത്തിന് ക്രമീകരിച്ചത് ഇരുന്ന വാതിലെങ്കിൽ ഈ വാതിലിന്റെ പ്രത്യേകതകളാണ് വാസ്തവത്തിൽ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ മുന്നേറ്റത്തിനും ആത്മരക്ഷയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, ഈ ദേവാലയമാകുന്ന സമാഗമന കൂടാരത്തിന്റെ ചുറ്റും കിടക്കുന്ന ജനം, അവർ തമ്പടിച്ച് കിടക്കുന്ന സ്ഥലം, അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് പാളയം. പാളയം, എൻക്യാമ്പ്, പാളയം, ക്യാമ്പ് ചെയ്ത് കിടക്കുക. ഈ പാളയം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള അനുഗ്രഹീതമായ സ്ഥലമാണ് എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. പാളയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കുമ്പോൾ നമ്മുടെ സമയം പൂർത്തിയാകും. മുഖവര ആയതുകൊണ്ടാണ് ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അടുത്ത ക്ലാസ് മുതൽ കുറച്ചുകൂടെ ആഴമായി നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോരോ ഉപകരണങ്ങളും മറ്റു വിഷയങ്ങളും, മഹാപുരോഹിതനും അദ്ദേഹത്തിന്റെ ദൗത്യവും, പിന്നെ ഇത് ഈ കൂടാരത്തിലുള്ള വേലക്കാരും, ഇതൊക്കെ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, പാളയം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയിരിക്കും. പാളയം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ ഈ ആലയത്തിന്റെ ചുറ്റും എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ജനത്തിന് പാർക്കണമെങ്കിൽ, ഏത് ജനത്തിന്? ഇസ്രായേൽ മക്കൾക്ക് പാർക്കണമെങ്കിൽ 5 ചതുരശ്ര മൈൽ ദൂരം വേണമെന്നാണ് ഒരു വേദശാസ്ത്രി പറഞ്ഞിരിക്കുന്നത്. 5 ചതുരശ്ര മൈൽ ചുറ്റളവിൽ പാർക്കുന്ന ജനമാണ്. അത്രയും ജനമുണ്ട്. കാരണം ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ 20 വയസ്സിന് മുകളിലോട്ട് യുദ്ധസന്നദ്ധരായ പുരുഷന്മാര് മാത്രം തന്നെ 5,03,350 എണ്ണം. കണ്ടോ? 5 ലക്ഷത്തിലധികം, 6 ലക്ഷത്തിലധികം. അപ്പോ ഇത്രയും വരുന്ന വലിയൊരു ജനം, ഇത് കൂടാതെ കുട്ടികള്, ശിശുക്കള്, പിന്നെ ബാലന്മാര്, എന്തിനേറെ വലിയൊരു കൂട്ടം സ്ത്രീകളെ കൂടാതെ തന്നെ വലിയൊരു സമ്മിശ്ര ജാതി.
ഇതെല്ലാം കൂടെ ഉണ്ട്. അതിൽ ഇസ്രായേൽ ജനം തന്നെ ഈ 4 ദിക്കിൽ ക്യാമ്പ് ചെയ്താണ് പാർക്കുന്നത്, പാളയം അടിച്ച് കിടക്കുന്നത്. അപ്പോൾ ഈ പാളയത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? ഒന്നാമതായിട്ട് നമ്മൾ അറിയേണ്ടത്, പാളയം വീണ്ടെടുക്കപ്പെട്ടവരുടെ സങ്കേതമാണ്. പാളയം വീണ്ടെടുക്കപ്പെട്ടവരുടെ സങ്കേതം. ഈ പാളയത്ത് വേറെ ആർക്കും പാർക്കാൻ വ്യവസ്ഥയില്ല. ഈ പാളയത്ത് പാർക്കേണ്ട ഒരൊറ്റ കൂട്ടരാണ്. അവരാരാ? അവരാണ് വീണ്ടെടുക്കപ്പെട്ടവർ. വാസ്തവത്തിൽ വീണ്ടെടുക്കപ്പെട്ടവരെന്നുള്ള വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ തിരിച്ചറിയേണ്ടത്, വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് രക്തത്താൽ സംഭവിക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. രക്തം പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം, പഴയ നിയമത്തിലോട്ട് വരുമ്പോൾ യേശുക്രിസ്തുവിന് നിഴലായിരിക്കുന്ന കുഞ്ഞാടിന്റെ രക്തം. അപ്പോ പുറപ്പാട് പുസ്തകത്തിന്റെ 12-ാം അധ്യായം, പുറപ്പാട് 12-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: അതിന്റെ രക്തം കുറെ എടുത്ത് നിങ്ങൾ തിന്നുന്ന വീടുകളിലെ വാതിലിന്റെ കട്ടളക്കാൽ 2 പേരും കുറുബടി പേരും പുരട്ടണമെന്നാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാർക്കുന്ന വീട് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ടിരിക്കണം. നമ്മുടെ പുതിയ നിയമത്തിന്റെ പൊരുള് പഠിക്കുമ്പോൾ നമ്മെയും നമുക്കുള്ള സകലത്തെയും യേശുക്രിസ്തു എന്ന അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മുദ്രയിടണം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും നിനക്കായി വിലക്കി വാങ്ങിയിരിക്കുന്നു എന്നാണ്. മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടവർക്കുള്ള ഒരു സ്ഥലമാണ് കർത്താവിന്റെ സന്നിധി എന്ന് പറയുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ ആർക്കും വരാം. പക്ഷേ യേശുവിനെ സമീപിക്കണമെങ്കിൽ, ദൈവത്തെ സമീപിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് പ്രാപിക്കാതെ പറ്റത്തില്ല. ഇനിയും ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ആവർത്തന പുസ്തകം അതിന്റെ 7-ാം അധ്യായം 8-ാമത്തെ വാക്യം, അവിടെ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ച അടിമ വീടായ മിസ്രൈമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത്. ജനത്തെ വീണ്ടെടുത്തു എന്നാണ്. ആ വീണ്ടെടുത്ത രീതിയാണ് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് എന്ന് പുറപ്പാട് പുസ്തകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ പാളയം എന്ന് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ടവരുടെ സങ്കേതം. 1. 2, ഇത് വേർപെട്ട ജീവിതത്തെയാണ് കാണിക്കുന്നത്. വേർപെട്ട ജീവിതം. ഓക്കെ, പാളയത്തിൽ പാർക്കുന്ന ദൈവമക്കൾ തീർത്തും വേർപാട് അനുഷ്ഠിക്കണം എന്നുള്ളത് കർശനമാണ്. വേർപെട്ട ജീവിതത്തെ കാണിക്കും. ഈ പാളയത്തിൽ കഴിയുന്നവർ എങ്ങനെയെങ്കിലും ജീവിക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും ജീവിക്കണമെങ്കിൽ പാളയത്തിന് പുറത്തു പോകണം. നമ്മൾ ഒരു കാലഘട്ടത്തിൽ ജാതികളായിരുന്നു. പത്രോസ് പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു എന്നാണ്. അപ്പോൾ പണ്ട് നമ്മൾ അന്ധകാരത്തിലായിരുന്നു. അന്ന് നമുക്ക് എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം, എങ്ങനെയും ജീവിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇന്നത് പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റത്തില്ല? സ്വർഗത്തിലെ ദൈവം നമ്മെ വീണ്ടെടുത്തത് കൊണ്ട് വേർപെട്ട് ജീവിക്കണം. ദൈവസഭയുടെ കാതലായ ഉപദേശമാണ് വേർപാട്. ഓക്കെ, അപ്പോൾ വിശുദ്ധിക്കും വേർപാടിനും പ്രാധാന്യം കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഇപ്പോൾ പാളയം അടിച്ച് തമ്പുരാന്റെ സന്നിധി കിടക്കുകയാണ്. ഓക്കെ, പാളയം വീണ്ടെടുക്കപ്പെട്ടവരുടെ സങ്കേതം. ഈ പാളയം എന്ന് പറയുന്നത് വേർപെട്ട ജീവിതത്തെ കാണിക്കുന്നു. ധാരാളം തെളിവുകൾ ഉണ്ടെങ്കിലും 1-2 വാക്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിലൊന്ന് പഴയ നിയമത്തിൽ നിന്നും സംഖ്യാപുസ്തകം 23-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വേദവാക്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഒരു പ്രവാചകനെ ശപിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണ്. പ്രവാചകന്റെ പേര് ബിലയ. ആരെ ശപിക്കുവാൻ? ദൈവജനത്തെ. ആരാ ദൈവജനം? ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ വേണ്ടി വിളിച്ചു വരുത്തിയ ആ ബിലയ വാ തുറന്നപ്പോൾ തന്റെ വായിലൂടെ യാഥാർത്ഥ്യം വെളിപ്പെട്ടു. താൻ പറയുന്ന വാക്കാണ്, ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, ഗാംഭീര്യം. ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം.
ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അപ്പോൾ വാസ്തവത്തിൽ ദൈവമക്കൾ, ദൈവദാസന്മാരായി നമ്മൾ ശ്രദ്ധിക്കണേ, നമ്മൾ തനിച്ച് പാർക്കേണ്ടവരാണ്, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടേണ്ടവരല്ല. എന്റെ അർത്ഥം ജാതികളെ കണ്ടാൽ സംസാരിക്കരുത്, മുഖം തിരിച്ചു കളയണം എന്നല്ല. ഏത് മതത്തിൽപ്പെട്ടവനെ കണ്ടാലും, ഏത് ജാതിയിൽപ്പെട്ടവനെ കണ്ടാലും, ഏത് സാഹചര്യത്തിൽപ്പെട്ടവനെ കണ്ടാലും ചിരിക്കണം, വർത്തമാനം പറയണം, കൈ കൊടുക്കാൻ പറ്റിയാൽ കൈ കൊടുക്കണം. പക്ഷെ ഒരു കാര്യം, ആ ജാതികൾ ചെയ്തു വരുന്ന ഒരു പ്രവർത്തികളിലും ഒരു പ്രവണതകളിലും നമ്മൾ ഇടപെടരുത്. അത്രയേ ഉള്ളൂ. നമ്മളും അവരും തമ്മിൽ ഒരു വ്യത്യസ്തതയുണ്ടെന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. ഇസ്രായേൽ മക്കളെ കണ്ടപ്പോൾ അവരെ കുറിച്ച് ബിലയാമിനെ പിടികിട്ടി, ഇത് സാധാരണപ്പെട്ട ജനമല്ല, തനിച്ച് വാർക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. നമ്മെ നമ്മുടെ കർത്താവ് ജാതികളുടെ ഇടയിൽ നിന്നും ജാതീയമായ സകല പ്രവർത്തികളിൽ നിന്നുമാണ് രക്ഷിച്ചത്. അതൊരിക്കലും മറക്കരുത്. അതുകൊണ്ട് ഇനി തിരിച്ച് വീണ്ടും ജാതീയ പ്രവണതകളിലേക്ക് പോകരുത്. ഇനി മറ്റൊരു തിരുവെഴുത്ത് പുതിയ നിയമത്തിൽ നിന്ന് പൗലൂസ് ഓർമ്മിപ്പിക്കുന്നതാണ്. വളരെ രസകരമായ ഒരു വാക്യമാണ്, ചിന്തിക്കേണ്ടതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം, 2 കൊരിന്ത്യൻ 6-ാമത്തെ അധ്യായം, അതിന്റെ 14 മുതലുള്ള വേദവാക്യം, പ്രത്യേകിച്ച് 14, 17 വാക്യങ്ങൾ നോക്കൂ. അവിടെ പൗലൂസ് പറയുന്നു, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല, പിണ കൂടരുത്. കണ്ടോ, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിനും ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ. മനസ്സിലാക്കുന്നുണ്ടോ? കർശനമായിട്ടും വേർപാട് അനുഷ്ഠിക്കണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. നമ്മൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് തീർത്തും വേർപെട്ട ജീവിതം ഈ ഭൂമിയിൽ തരുന്ന ആയുസ് മുഴുവനും നമ്മൾ ആചരിക്കണം. ഓക്കെ, അപ്പോൾ പാളയം വീണ്ടെടുക്കപ്പെട്ടവരുടെ സങ്കേതം. 2, പാളയം വേർപെട്ട ജീവിതത്തെ ഇത് കാണിക്കുകയാണ്. ഇനിയും ധാരാളം തിരുവെഴുത്തുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഖജനാവടി പൊട്ടും പോലെ 3 പ്രധാന വസ്തുതകളാണ് 1-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, വിലക്കിട്ടിരിക്കുകയാണ്. 2, പാപികളുടെ വഴി നിൽക്കരുത്. 3, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. നിൽക്കരുത്, നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ എവിടെ നടക്കരുത്, എവിടെ ഇരിക്കരുത്, എവിടെ നിൽക്കരുത്, എങ്ങനെ നടക്കരുത്, വ്യവസ്ഥ കൊടുത്തിരിക്കുകയാണ്. ദൈവമക്കൾ അരുതാത്ത ഒരു പ്രവൃത്തികളിലും പാടില്ല എന്നുള്ള വസ്തുതയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേർപാടെന്ന് പറയുന്നത് വളരെ കർശനമായി പാലിക്കേണ്ട ഒന്നാണ്. അടിസ്ഥാന വേദോപദേശം പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം 38 മുതൽ 42 വരെ ഏറ്റവും പ്രധാനപ്പെട്ട 7 അടിസ്ഥാന ഉപദേശങ്ങൾ: മാനസാന്തരം, വിശ്വാസ സ്നാനം, പരിശുദ്ധാത്മ സ്നാനം. ഇത് 3 കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ, ഇത് 3ഉം ഒരിക്കൽ ചെയ്താൽ മതി. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചാൽ മതി. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയും കാണുന്നിടത്ത് പോയി സ്നാനപ്പെടേണ്ട, വ്യവസ്ഥാനുസരണം ഒരിക്കൽ സ്നാനപ്പെട്ടാൽ മതി. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ സ്നാനാനന്തര ജീവിതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതം, വേർപെട്ട ജീവിതം നയിച്ചാൽ മാത്രം മതി. ഓക്കെ, അടുത്ത് പരിശുദ്ധാത്മ സ്നാനം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം 1 പ്രാവശ്യം പ്രാപിച്ചാൽ മതി. പ്രാപിച്ചിട്ട് ആ പ്രാപിച്ച ആത്മസ്നാനത്തിന്റെ ശക്തി, അത് അനുദിനവും അതിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കത്തക്കവണ്ണം ആത്മാവിനെ അനുസരിച്ച് ആത്മാവിൽ നിറഞ്ഞ് ജീവിച്ചാൽ മാത്രം മതി. പക്ഷേ 4ാമത് വരുമ്പോൾ കൊടുത്തിരിക്കുന്നത് വേർപാടെന്നാണ്. വേർപാട്. ആ വേർപാടെന്നുള്ളത് വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷപ്പെടുവിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വേർപാട് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് താഴെ കാണുന്ന 3 കാര്യങ്ങൾ. അത് വേർപെട്ടതിന് ശേഷമാണ്. അപ്പൊ എത്രയും പ്രധാനപ്പെട്ട ഒന്നാണ് വേർപാട്. അപ്പോൾ പാളയമടിച്ച് കിടക്കുന്ന ദൈവമക്കളായ ഇസ്രായേൽ മക്കൾ, ആ പാളയത്തെക്കുറിച്ചുള്ള വർണ്ണന വേദപുസ്തകം പഠിപ്പിക്കുന്നു. അത് വീണ്ടെടുക്കപ്പെട്ടവർക്കുള്ള സ്ഥലമാണ്, സങ്കേതമാണ്. 2ാമത്തെ വസ്തുത വേർപെട്ട ജീവിതത്തെയാണ് കാണിക്കുന്നത്. ചുറ്റുപാടുമുള്ള ജാതികൾ ജീവിക്കും പോലെ ജീവിക്കാൻ പാടില്ല. ഓക്കെ,
തീർത്തും കണിശമായിട്ടും വേർപാടനുഷ്ഠിക്കണം. അങ്ങനെ വേർപെട്ട് ജീവിക്കുന്നവർക്കുള്ളതാണ് അപ്പം നുറുക്ക് കൂട്ടായ്മ, അപ്പോസ്തോലിക ഉപദേശം, പ്രാർത്ഥനാ ജീവിതം. ഈ വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ കേൾക്കേണ്ടതിന്റെ പേര് അപ്പോസ്തോലിക ഉപദേശമാണ്. കാണുന്ന കേൾക്കുന്ന വ്യവസ്ഥയില്ലാത്ത ഒരു കാര്യങ്ങളും കേൾക്കാൻ പാടില്ല. തീർത്തും അപ്പോസ്തോലിക ഉപദേശം. പിന്നെ അപ്പം നുറുക്ക് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കണം, തിരുമേശ പങ്കിടണമെന്നാണ്. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിച്ചു പോകണം. അപ്പോൾ ഇത് വാസ്തവത്തിൽ വേർപെട്ട ജീവിതത്തെ കാണിക്കും. മൂന്നാമത്തെ സംഗതി, ദൈവ സംസർഗമുള്ള സ്ഥലമാണ്. ഈ പാളയം ദൈവിക സാന്നിധ്യം കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. അതിന്റെ കാരണം, ഇവർ ചുറ്റും ഇങ്ങനെ പാളയം പിടിച്ച് കിടക്കുമ്പോൾ അതിന്റെ നടുവിൽ സെൻട്രലിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണ്. ഈ ദേവാലയത്തിൽ സ്വർഗത്തിലെ ദൈവം നേരിട്ട് എഴുന്നള്ളുകയാണ്. ദേവാലയത്തിൽ ദൈവം എഴുന്നള്ളുമ്പോൾ, അതായത് ആ അതിവിശുദ്ധ സ്ഥലത്തുള്ള കൃപാസനത്തിൽ വെക്കപ്പെട്ടിരിക്കുന്ന സാക്ഷ്യപ്പെട്ടകത്തിന്റെ മേലിരിക്കുന്ന കൃപാസനത്തിന്റെ പുറത്തുള്ള കെരൂബുകളുടെ മേൽ എഴുന്നള്ളുന്ന മഹാദൈവം, അവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം. ആ സാന്നിധ്യം വിശുദ്ധ സ്ഥലത്ത്, പ്രാകാരത്ത്, അതിന്റെ പുറത്ത്, ചുറ്റുപാടും 4 വശത്തും പാർക്കുന്ന ജനത്തിന്റെ നടുവിലും അത് വ്യാപരിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനം 91 കാണുന്നത്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. വാസ്തവത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആയുസ് മുഴുവനും ദൈവ സംസർഗവുമായി ബന്ധപ്പെട്ട് വേണം ജീവിക്കുക. ദൈവിക സാന്നിധ്യം വിട്ട് ഒരു കാരണത്താലും പോകാൻ ഇടവരരുത്. സമയം വളരെ മുന്നോട്ട് പോയത് കൊണ്ട്, കേവലം മിനിറ്റുകൾ മാത്രമുള്ളത് കൊണ്ട്, ബാക്കി ഒരു 3 പോയിന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം, വിശദീകരിക്കുന്നില്ല. 4-മത്തെ പോയിന്റ്, ഈ പാളയം ക്രമീകരിക്കപ്പെട്ട വാസത്തെ കാണിക്കുന്നു. ക്രമീകരിക്കപ്പെട്ട ജീവിതം. ആ ചുറ്റുപാടും പാർക്കുന്ന ജനത്തിന്റെ ജീവിതം ഒരു ക്രമീകരിക്കപ്പെട്ട ജീവിതമാണ്. ഡിസോർഡർ ആയുള്ള ജീവിതമല്ല, ഓർഡർ ആയിട്ടുള്ള ജീവിതമാണ്. ഞാനത് പിന്നാലെ വിശദീകരിക്കും. കാരണം അവർ പുറപ്പെടുന്ന പുറപ്പാടിൻ രീതികളൊക്കെ നമുക്കതിനകത്ത് കാണാൻ സാധിക്കുന്നു. ക്രമീകരിക്കപ്പെട്ട ജീവിതം. സംഖ്യാപുസ്തകം 9-ാമത്തെ അധ്യായം 15 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഈ പറയപ്പെട്ട വസ്തുത അതിനകത്തുണ്ട്. 5-മത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, പാളയം സകലത്തിലും ദൈവത്തെ ആശ്രയിക്കേണ്ട അനുഭവത്തെ കാണിക്കും. സകലത്തിലും ദൈവത്തെ ആശ്രയിക്കേണ്ടതാണ്. ഏത് വിഷയത്തിലും ദൈവത്തെയാണ് അവരെ ആശ്രയിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് തിരുവഴുത്തിൽ തെളിവുകളുണ്ട് ധാരാളം. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ 118-ന്റെ 8-9, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത് എന്നുള്ള തിരുവഴുത്ത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇവർ ദൈവത്തിൽ ആശ്രയിച്ചു. അതിന്റെ തെളിവ് ശ്രദ്ധിക്കൂ. തെളിവ് മറ്റൊന്നുമല്ല, ഈ ഇസ്രായേൽ മക്കൾ മുഴുവൻ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവർ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം സ്വർഗത്തിന്റെ കവാടം തുറന്ന് മഞ്ഞ ഇറക്കി കൊടുത്തു. എങ്ങും പോയി അധ്വാനിക്കണ്ട. നേരം വെളുക്കുമ്പോൾ കൊത്തമ്പാലിയുടെ വലിപ്പത്ത് കാണുന്ന അനുഗ്രഹീതമായ മഞ്ഞ, അത് ശേഖരിച്ചാൽ മാത്രം മതി തിന്നുവാൻ 40 കൊല്ലം. ഇനിയും ശ്രദ്ധിക്കൂ, കാടപ്പക്ഷി ദൈവം അവരുടെ ഇടയിൽ വരുത്തി കൊടുത്തു. തീർന്നില്ല, അവർ സഞ്ചരിക്കുമ്പോൾ ദാഹിച്ചപ്പോൾ പാറയെ പിളർന്ന് വെള്ളം കൊടുത്തു. അപ്പോൾ സകലത്തിലും അവർ ദൈവത്തിൽ ആശ്രയിക്കേണ്ട അനുഭവത്തെയാണ് ഈ പാളയം കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയം വന്നാലും ദൈവത്തിൽ ആശ്രയിക്കണം. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഓക്കെ, ഏറ്റവും ഒടുവിലായി ചിന്തിക്കേണ്ടത്, ഈ പാളയം ഇതൊരു പരദേശവാസത്തെ കാണിക്കും. ഇബ്രായലേഖനം 11-ന്റെ 13 മുതൽ വായിച്ച് കേൾപ്പിക്കേണ്ടതായിരുന്നു. നമ്മുടെ സമയം തീരാറായല്ലോ, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കാതെ എന്റെ വാക്ക് നിർത്തുകയാണ്. പ്രിയരെ ശ്രദ്ധിക്കൂ, ഇത് പരദേശവാസത്തെ കാണിക്കുന്നു. വാസ്തവത്തിൽ നമുക്ക് കർത്താവ് ഇവിടെ തന്നിരിക്കുന്ന ആയുസ് അല്പകാലം. ഇത് പരദേശ പ്രയാണമാണ്, നമ്മുടെ സ്വദേശമല്ല ഇത്. നമ്മൾ ഇവിടെ പ്രവാസികളാണ്, പരദേശികളാണ്. പാട്ടും അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഗാനരചയിതാക്കളെ രചിച്ചിട്ടുണ്ട്. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലെ ഒരു ജാതി ഉണ്ടോ എന്നാണ്. അപ്പോൾ ഈ പാളയം എന്ന് പറയുന്നത് പരദേശ വാസത്തെ ഇത് കാണിക്കുന്നു. അത് എബ്രായ ലേഖനം 11-ന്റെ 13 മുതൽ കുറിച്ചെടുത്താൽ നിങ്ങൾക്ക് സാവധാനത്തിൽ വായിക്കാൻ പറ്റും.
അതിന്റെ അർത്ഥം കൂടെ ഞാൻ വിശദീകരിക്കാം. 1 കൊരിന്ത്യർ 15:52, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 16. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടും എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? ഇവിടെ നമുക്ക് സ്ഥിരമായ താമസമില്ല. എത്രയും വേഗത്തിൽ നമ്മുടെ യേശു വരും. നമ്മുടെ കർത്താവ് വരുമ്പോൾ വിശുദ്ധന്മാർ ഇവിടെ നിന്ന് പറന്നുയരും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. കാരണം ഇത് പരദേശ പ്രയാണമാണ്, താൽക്കാലിക ജീവിതമാണ്. നിത്യമായൊരു ജീവിതം ഭൂമിയിലില്ല. നിത്യമായ ജീവിതം സ്വർഗത്തിലാണ്. ആ നിത്യമായ ജീവിതം കർത്താവിനോട് കൂടെ നിത്യാനിത്യകാലം കഴിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ നമുക്ക് ഏവർക്കും നൽകട്ടെ. അതുകൊണ്ട് കാഹളം മുഴങ്ങുന്നത് വരെ ഈ പരദേശ പ്രയാണം വിശ്വസ്തയോടെ വിശുദ്ധിയോടെ വേർപാടനുഷ്ഠിച്ച് ദൈവ സംസർഗവുമായി ബന്ധപ്പെട്ട് ക്രമീകരിക്കപ്പെട്ട ജീവിതം നയിച്ച് സകലത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് ഈ പരദേശ പ്രയാണം കഴിച്ചു കൂട്ടുവാൻ സർവകൃപാലുവായ ദൈവം നമുക്കേവർക്കും കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വാക്കൂടെ പറയട്ടെ. പാളയത്തിന് പുറത്തുള്ള സ്ഥലം ശിക്ഷാവിധിയുടെ സ്ഥലമാണ്. ഓക്കെ, പാളയത്തിന്റെ പുറത്ത് തീർത്തും ശിക്ഷാവിധി. സംഖ്യാപുസ്തകം 15:32 മുതൽ, അതുപോലെ തന്നെ യോശുവയുടെ പുസ്തകം 7:19 മുതൽ വായിക്കുമ്പോൾ പാളയത്തിന് പുറം തീർത്തും ശിക്ഷാവിധി. ദൈവം വസിക്കുന്ന ദൈവിക സാന്നിധ്യവും സംസർഗവും ഉള്ള ദൈവിക കൂട്ടായ്മ വിട്ട് നമ്മൾ അതിന് വിട്ടു പോയി കഴിഞ്ഞാൽ തീർത്ത ശിക്ഷാവിധിയാണ് ജീവിതത്തിൽ വരുന്നതെന്നോർത്ത് ദൈവം തന്നിരിക്കുന്ന ആയുസ് മുഴുവനും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും ആരാധിച്ചും ഇന്ന് രാത്രിയിൽ ഈ മുഖവരയിൽ കേൾക്കപ്പെട്ട കാര്യങ്ങൾക്കൊത്തവണ്ണം ഒരു ഭക്തിയോടുകൂടിയ ജീവിതം നയിപ്പാൻ സർവകൃപാലുവായ ദൈവം കൃപ നമുക്ക് ഏവർക്കും ധാരാളമായി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെ എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. കർത്താവ് സഹായിച്ചാൽ അടുത്ത ആഴ്ചയിലും ഇതുപോലെ ഇതിന്റെ തുടർന്നുള്ള വിഷയങ്ങൾ വളരെ ആഴമായി നമുക്ക് ചിന്തിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. താങ്ക് യു സോ മച്ച്. ഗാഡ് ബ്ലെസ് യു ഓൾ.